ഇതില് എവിടെയാണ് ചേട്ടന്റെ രൂപസാദൃശ്യം വരുന്നത്? എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. എവിടെയാണ് ചേട്ടന്റെ രൂപസാദൃശ്യം? നമുക്ക് അച്ഛനെ കാണിച്ചിരുന്ന ആരാ? മോക്കും എനിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാ ആളുകൾക്കും അച്ഛനെ കാണിച്ചു കൊടുക്കുന്ന അമ്മ മാത്രമില്ലേ? നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് തെളിവ് തന്നോ? അതാണല്ലോ ഞാൻ പറയുന്നേ. എന്റെ അമ്മ തന്നത് കൊണ്ടാണല്ലോ ഞാൻ പറയുന്നേ. ഇതുമായിട്ട് സാദൃശ്യം ചെയ്താൽ ഞങ്ങൾ തമ്മിൽ രാപകൽ അദ്ദേഹം ജോലി എന്തായിരുന്നു? നേവി ജോലി, പിന്നെ സിനിമ അഭിനയം. എന്റെ ജോലി 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൈക്കിളിന്റെ പണി, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മൈക്കാട് പണി, മണ്ണ് ചുമട്, പാറ ചുമട്, കൈവണ്ടി പണി, കമ്പി ചുമട്, സിമെന്റ് ചുമട്, കോൺക്രീറ്റ്, അങ്ങനെ എല്ലാ പണിക്കും പോകും. നിങ്ങളിപ്പോ ജയന്റെ മകനാണ് എന്ന് തെളിയിക്കാനായിട്ട് നടക്കുകയാണ്. എന്തിനു എനിക്ക് തെളിയിക്കണം? എന്റെ അമ്മ പറഞ്ഞ ആളാണ് എന്റെ അച്ഛൻ. തെളിയിക്കേണ്ടത് ആരാണ്? അച്ഛന്റെ അനുജന്റെ മക്കൾ എന്ന് പറയുന്ന കണ്ണൻ നായരും ആദിത്യനും വന്ന് DNA എടുക്കാൻ തയ്യാറായ മുരളി ജയൻ. ഓക്കെ, താങ്കളുടെ അമ്മ ഒരു മോശം സ്ത്രീയാണ്. അമ്മ മോശം സ്ത്രീ എന്ന് പറയുന്നത് വിവരമില്ലാത്ത ആളുകളെന്ന് ഞാൻ പറയും. അവിഹിതം, ഞാൻ പിഴച്ചുണ്ടാവനാണെന്നും ഇത് ഞാൻ കുഞ്ഞിനെ പോലെ കേൾക്കുന്നുണ്ട്. എന്റെ മൂത്തോക്കി ചോദിക്കണ്ട, പിഴച്ചുണ്ടാവനെ, അന്ത ഇല്ലാത്തവനെ, ഇതൊക്കെ നമ്മൾ ഉള്ളുകൊണ്ട് വേദനിച്ച് പിന്മാറാറുണ്ട്. ആ കളിയിൽ നിന്ന്, ആ കൂട്ടുകാരുടെ ഞാൻ പോകാറുണ്ട്. എന്റെ അമ്മ ജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് കുടുംബം ഇല്ലാത്തതുകൊണ്ടും അമ്മയ്ക്ക് ഒരു കുടുംബം ഇല്ലാത്തത് കൊണ്ടും ഒരു അവിഹിതം അവിടെ നടത്തില്ല. സ്വന്തം അമ്മയോട് ചോദിച്ച അനുമതി വാങ്ങിച്ച് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ജനിക്കുന്നത്. അവിടെ അവിഹിത സന്തതിയല്ല. 24 വർഷമായല്ലോ മക്കളെ ഞാൻ ജയന്റെ മകനാണെന്നും പറഞ്ഞു നടക്കും. ഇവൻ കള്ളനാണ്, ഇവനെ ജയിലിൽ അടയ്ക്കണം. ഈ 24 വർഷം പോരെ ഞാൻ കള്ളനാണ് തെളിയിക്കാൻ? മോള് തന്നെ ആലോചിക്കും. മോടെ കുടുംബത്തിൽ വന്ന് ഞാൻ 24 വർഷമായിട്ട് മോടെ അച്ഛൻ്റെ അല്ലെ വാപ്പയുടെ മോനാ ഞാനെന്ന് പറഞ്ഞാൽ മോക്ക് അറിയാമെങ്കിൽ മിണ്ടാൻ നിൽക്കും. അറിഞ്ഞുകൂടാങ്കിൽ എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കും. നിങ്ങൾക്കറിയാം നിങ്ങൾ ജയന്റെ മകനാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അത് മനസ്സിൽ വെച്ച് അച്ഛനെ പ്രാർത്ഥിച്ചങ്ങ് ഇരുന്നാൽ മതിയായിരുന്നു. ഇപ്പോഴും നിങ്ങൾ ഞാൻ ജയന്റെ മകനാണെന്ന് പറഞ്ഞ് നടക്കുകയല്ലാതെ. മോളൊരു കാര്യം ചെയ്യും, എനിക്കൊരു തെളിവ് താ. മോള് തരാൻ ബാധ്യസ്ഥയാണ്. ഞാൻ ജയന്റെ മകനാണെന്ന് പറയുമ്പം ഞാൻ ശക്തമായിട്ട് പറയുവാണ്, ഞാൻ ജയന്റെ മകനാണ്. എന്റെ അമ്മ പറഞ്ഞ ഓർമ്മയിലാണല്ലോ, ആ മെമ്മറിയിലല്ലോ, അല്ലെ ആ അധികാരത്തിലാണോ ഞാൻ പറയുന്നത്. മോള് പറയാണ്, ചേട്ടാ ക്ഷമിക്കണം ചേട്ടാ, ചേട്ടൻ ജയന്റെ മകനല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, മോളെ ശരി. ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് ജയന്റെ മകനല്ല എന്ന്. അവരോട് എനിക്ക് പറയാവുന്നേ ഉള്ളൂ. ഇനി എൻ്റെ അമ്മ ചിലപ്പോൾ എന്നെ പറ്റിച്ചെങ്കിലോ? പേര് പറഞ്ഞ് പ്രശസ്തി നേടാൻ താല്പര്യമുണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, പറഞ്ഞു പറയുന്നത്. ഇപ്പം ഞങ്ങൾ കേൾക്കുന്നത് മുഴുവൻ നിങ്ങൾ ഓരോ സ്ഥലത്ത് പോയി പറയുന്ന കാര്യങ്ങളാണ്. ഒരു സ്ഥലത്തും പോയി പറയാറില്ല. എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചാൽ, ചാനലുകാരെ വിളിച്ചാൽ ഞാൻ ചെല്ലും. എന്തിനാ പോകുന്നപ്പോ? അതിപ്പോ ഞാൻ ഇതിപ്പോ തെളിയിച്ചില്ലേ പറ്റൂ. ഇതിപ്പോ എന്റെ ഉത്തരവാദിത്വമാണ്. എന്തിനു തെളിയിക്കണം? ആരെ ബോധിപ്പിക്കണം? നിങ്ങൾക്കും നിങ്ങളുടെ അമ്മയ്ക്കും ഇത് ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട എന്ത് ആവശ്യമുള്ളത്? അങ്ങനെ എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ നാട്ടുകാരെ ബോധിപ്പിക്കാൻ? നാട്ടുകാരുടെ വേറെ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ നാട്ടുകാരെ ബോധിപ്പിക്കാൻ? ഇനി ഇത് ഇപ്പം മുരളി ജയന്റെ വിഷയമല്ല. അമ്മ പറഞ്ഞപ്പോ നിങ്ങൾ അത് വിശ്വസിച്ചു. തെളിവ് തന്നോ അമ്മ? എന്ത് തെളിവാ തന്നേ? മാതാവ് പറയുന്നതാണ് നമ്മുടെ പിതാവ്. എന്തുകൊണ്ടായിരിക്കും അവര് DNA തയ്യാറാവാത്തതും? DNA എടുക്കാൻ തയ്യാറാവാത്തതിന്റെ കാരണം സത്യങ്ങൾ പുറത്തു വരും. സത്യങ്ങൾ പുറത്തു വന്നാൽ ഇപ്പൊ എന്താ പ്രശ്നം? ജയനൊരു കല്യാണം കഴിച്ചൊരു മകനുണ്ട് എന്ന് പറയുന്നതിൽ അവരുടെ കുടുംബത്തിൽ ഞാൻ ജയന്റെ മകനല്ല എന്ന് തെളിയിര് തൊഴുകയ്യോടെ ഈ കേരളത്തിലെ ആളുകളുടെ മുന്നിൽ ഞാൻ തൊഴുകയ്യോടെ മാപ്പ് പറയും. കാര്യം പറ്റിപ്പോയി. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീം വണ്ണിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നു പോകുന്ന, സ്വയം ഞാനൊരു അതുല്യ പ്രതിഭയുടെ മകനാണ് എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന മുരളി ജയനാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു അതുല്യ പ്രതിഭ. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ പാരൻസിന്റെ ടൈമില് കണ്ടുവന്ന ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു ജയൻ ചേട്ടൻ, അല്ലെങ്കിൽ ജയൻ അങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ ആ സിനിമ ജസ്റ്റ് കണ്ടു വളർന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അത്രയും വലിയൊരു അതുല്യ പ്രതിഭയുടെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കാണ് മുരളിച്ചേട്ടൻ. ഇപ്പോൾ എന്ത് തെളിവ്, എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പരാമർശമായിട്ട് വന്നേക്കുന്നത്? പരാമർശം അടിസ്ഥാനം ജയന്റെ മകനായതുകൊണ്ടാണ്. നമുക്ക് അച്ഛനെ കാണിച്ചിരുന്ന ആരാ? നമ്മുടെ അമ്മയില്ലേ? ഇല്ലേ? അതെ. മോക്കും എനിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാ ആളുകൾക്കും അച്ഛനെ കാണിച്ചു കൊടുക്കുന്ന അമ്മ മാത്രമില്ലേ? അമ്മ സത്യവും അച്ഛൻ അസത്യവും ഇല്ലേ? അല്ലേ? അമ്മയ്ക്കല്ലേ അറിയുള്ളൂ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന്. അല്ലേ? എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ സ്വന്തം അച്ഛനെ ഒരു അമ്മ കാണിച്ചു കൊടുക്കുന്നത് അറിയാമോ? അങ്ങനെയാണ്. ഒരു കുഞ്ഞ് ജനിച്ച്
ആ കുഞ്ഞ് കൈക്കുഞ്ഞാഞ്ഞിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന് അന്നേരം ഓർമ്മയൊന്നുമില്ലല്ലോ, ഈ ഭൂമിയായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ ഇല്ലേ. അപ്പോൾ അച്ഛൻ വരാൻ നേരത്ത് പറയും മോനെ മോൻ്റെ അച്ഛൻ വന്നു, മോൻ്റെ മക്കളെ അച്ഛൻ വന്നു, ഇങ്ങനെയൊക്കെ പറയത്തില്ലേ. പിന്നെ ഈ കുഞ്ഞ് കുറച്ചും കൂടി അങ്ങോട്ട് വലുതായി ഒരു മടിയിലേക്ക് ഇരുന്ന കുറുക്ക് എന്നുള്ള ആഹാരങ്ങൾ കഴിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് വൈകിട്ട് ജോലിയും കഴിഞ്ഞ് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ കാണുമല്ലോ, ആ കൊച്ചിന്റെ അമ്മയെ താലി കെട്ടിയ ഒരു മനുഷ്യല്ലേ ഭർത്താവ് എന്ന് പറയും. അദ്ദേഹം വീട്ടിലേക്ക് കയറി വരുമ്പോൾ എന്താണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്? മോനെ ദോ വരുന്നു മോൻ്റെ അച്ഛൻ. ഇനി ആ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനം വീട്ടിന്റെ പടിയിൽ വെച്ചിട്ട് ഈ കുഞ്ഞിന്റെ കൈ കഴിച്ചിട്ട് അച്ഛൻ്റെ മോൻ എന്ത് ചെയ്യും, ചക്കര മോൻ എന്ത് ചെയ്യും പറഞ്ഞ് പൊക്കിയെടുക്കില്ലേ. അങ്ങനെ പറഞ്ഞും കേട്ടും കണ്ടും കേട്ടും ഇല്ലേ നമ്മളെല്ലാവരും നമ്മുടെ അച്ഛനെ മനസ്സിലാക്കുന്ന. അമ്മ തന്നെയല്ലേ ചൂണ്ടിക്കാണിച്ച് അച്ഛല്ലേ. ലോകത്താരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി സ്വന്തം അമ്മയുടെ കഴുത്തിൽ താലി കെട്ടിയ അമ്മ ചൂണ്ടിച്ച് കാണിച്ചു തന്ന ആ വ്യക്തി അതാരായിക്കോട്ടെ, അയാൾ തന്നെയാണ് തൻ്റെ പിതാവെന്ന് ഉറപ്പിക്കാൻ ഒരു DNA സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ച ഏതെങ്കിലും ഒരു വ്യക്തിയെ ഈ ലോകത്ത് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ആരുടെയും ഇല്ല. അമ്മ പറഞ്ഞ ആ വിശ്വാസം ഇത് തന്നെയാണ് എൻ്റെയും വിശ്വാസം. ഈ അമ്മയ്ക്ക് മുമ്പേ പറയായിരുന്നല്ലോ, ഈ ഒരു കാലഘട്ടം ഈ ഒരു കുറച്ച് നാൾ കൊണ്ടിട്ടാണ് മുരളി ഇപ്പൊ ഫ്രണ്ടിലേക്ക് വന്നേക്കുന്നത്. അല്ല, കുഞ്ഞിലെ മുതലേ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നത്, എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് അമ്മ പറയുന്നത് അച്ഛൻ ജയനാണെന്ന് തന്നെ. ഈ ഓർമ്മ വെച്ച കാലം മുതൽ അപ്പൊ ജയൻ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഞങ്ങളുടെ അമ്മ 2 വർഷം വരെ ആ വീട്ടിൽ എന്നെ പ്രസവിച്ചതിന് ശേഷം 16 വർഷം അമ്മ ആ വീട്ടിലുണ്ടായിരുന്നു. അതിൽ 8 വർഷം അമ്മ വന്നും പോയി നിന്നു. അവരുടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാലത്ത് അവരെ അമ്മ സഹായിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഇവരൊരു സാമ്പത്തിക ഭദ്രതയ്ക്ക്, അതായത് നേവി ഓഫീസിൽ പെറ്റി ഓഫീസറായിട്ട് എറണാകുളത്തേക്ക് സ്ഥലം മാറി വരുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ശമ്പളം എന്ന് പറയുന്നത് വെറും മാസം 400 രൂപയാണ്. ആ 400 രൂപ പോലും അദ്ദേഹത്തിന് അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലേക്ക് എൻ്റെ അമ്മയാണ് അവരുടെ. അപ്പോൾ ഒരു ചെറിയ ലെവലിൽ അവരൊന്ന് മാറി, അവിടെ ഒരു പശു കറവ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സാമ്പത്തിക ഭദ്രതയൊക്കെ ചെറുതായിട്ടായപ്പോൾ അമ്മയെ സ്വന്തം മകളെ പോലെ അച്ഛൻ്റെ അമ്മ ഭാരതി അമ്മ അവരെ വീട്ടിൽ വിളിച്ചു നിർത്തി ആ നിൽപ്പ് 8 വർഷം നിന്ന് ആ വീട്ടിൽ സ്വന്തം മകളെ പോലെ. അതിനുശേഷമാണ് അച്ഛൻ അമ്മയോടൊരു ഇഷ്ടം തോന്നുകയും അങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും അമ്മ ആദ്യമേ വേറെ വിവാഹം കഴിച്ച് മക്കൾ ഒരു മോനുള്ള ഒരാൾ മരിച്ചുപോയി. ആ രീതിയിൽ സ്വന്തം അമ്മയായ ഭാരതി അമ്മയോട് അനുവാദം വാങ്ങിച്ചതിന് ശേഷം ഞാൻ ജനിക്കുന്നു. അവിടെ തന്നെയാണ് പ്രസവം ശുശ്രൂഷയും മറ്റു കാര്യങ്ങളും നടന്നത്. ഭാരതി അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മ. അവിടെ തന്നെയാണ് 2 വയസ്സ് വരെ ഞാൻ വളർന്നത്. ഞാൻ ജനിച്ചതിന് ശേഷമാണ് അച്ഛൻ സിനിമ നടനായി മാറുന്നത്. അതിനുശേഷം ഉണ്ടാകുന്ന ബന്ധുക്കളുടെ ചില സംസാര വിഷയങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ. ഒരാളെന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, അവിടെ പിന്നെ ബന്ധുക്കളാണല്ലോ ഭരിക്കുന്നത്. അതുവരെ ഇല്ലാത്ത ബന്ധുക്കൾ വരുന്നു. ബേബി എന്നാണ് വിളിക്കുന്ന അച്ഛൻ്റെ ചെല്ലപ്പേര്. കൃഷ്ണൻ എന്നായിരുന്നാണ് യഥാർത്ഥ പേര്. അപ്പോൾ ബേബി എന്നാണ് എല്ലാ ആൾക്കാരും ഓലക്കടയിൽ വിളിക്കുന്നത്. ബേബി എണ്ണം. അപ്പോൾ ബേബിക്ക് സിനിമയിൽ നല്ലൊരു ഭാവിയുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ സാഹചര്യം വെച്ചുകൊണ്ട് ഇങ്ങനെ രീതിയിൽ ഒരു കല്യാണം കഴിക്കാത്ത ഒരു കുഞ്ഞും തള്ളയൊക്കെ ഉണ്ട് എന്ന് പത്രവാർത്തയൊക്കെ അറിഞ്ഞാൽ ഈ ബേബിയുടെ സിനിമയെ ഭാവിയെ ബാധിക്കും എന്ന് പറഞ്ഞൊരു ചർച്ചാ വിഷയങ്ങൾ അച്ഛൻ്റെ വീട്ടിൽ ഉണ്ടാവുന്നു. അത് നിരന്തരമാവുന്നു. അത് അമ്മ പലവട്ടം കേൾക്കുന്നു. അവസാനം അമ്മ തീരുമാനം എടുക്കുന്നു, ശരിയാ ഞാനും എൻ്റെ കുഞ്ഞും ഇങ്ങനെ ഉണ്ടെങ്കിൽ അമ്മ ബേബി മോനെ വിളിക്കുന്നത്. ബേബി മോൻ്റെ സിനിമയ്ക്ക് അതൊരു പ്രശ്നമാവുമെന്ന് വെച്ചുകൊണ്ട് അമ്മ എന്നെയും കൊണ്ട് തൽക്കാലം മാറി താമസിക്കുന്നു. പിന്നെ എനിക്ക് അമ്മ എന്നെ അങ്ങ് ആ വീട്ടോട്ട് സഹകരിപ്പിച്ചില്ല. കാരണം അച്ഛൻ്റെ വീട്ടുകാർ അത്ര വാക്കല്ലായിരുന്നു. അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ അനിയൻ സോമൻ നായർ അവരൊന്നും അല്ലാതെ മറ്റ് ബന്ധുക്കളൊക്കെ. അപ്പോൾ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടാവുകയും എന്നെ അമ്മ വിടത്തില്ല. പക്ഷെ അമ്മ ഇടയ്ക്ക് പോയി ഭാരതി അമ്മയെ കാണിക്കും. അവരമ്മ ഭയങ്കര കൂട്ടാം. പക്ഷെ ഞാൻ അന്ന് പോലെ കുഞ്ഞിനെ പോലെ അമ്മ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, പിന്നെ നമ്മുടെ അച്ഛൻ്റെ വീട്ടിലുള്ള അനുഭവങ്ങൾ വെച്ചും ജയൻ്റെ മകനായിട്ട് തന്നെയാണ് അവിടെ വളർന്നു വന്നത്. പിന്നെ എപ്പോൾ ഞാൻ ഈ ജയൻ്റെ മകനായിട്ട് രംഗത്ത് വന്നു എന്ന് ചോദിക്കും അല്ലേ, അതാണ് പൊതുജനങ്ങളുടെ ഇടയിലുള്ള ചില ആളുകളുടെ ചോദ്യം. അതൊരു അറിവില്ലായ്മയായിട്ട് മാത്രം ഞാൻ കാണുന്നുള്ളൂ. കാര്യം അതൊരു അറിവില്ലായ്മയാണ്, വിവരമില്ലായ്മ എന്ന് പറയുന്നില്ല, അറിവില്ലായ്മയാണ്. അല്ലെങ്കിൽ കുറച്ച് വിവരമില്ലായ്മകളുണ്ട്. എന്നെ ഇല്ലാതാക്കാനുള്ള എന്ന് പറയാൻ ഞാനെന്ന് പറഞ്ഞൊരു മകൻ വരുത്തി തീർക്കാനുള്ള വിവരം കെട്ട ചോദ്യങ്ങളാണ്. പൊതുജനത്തിന് 95% ഉറപ്പാണ് ഇത് ജയന്റെ മകൻ തന്നെയാണ്. ഒരു ജയൻ കലാ സാംസ്കാരിക വേദിയിലെ കുറച്ച് അംഗങ്ങൾ അവര് മാത്രം ഇത് അല്ലാന്ന് വരുത്തി തീർക്കാൻ പല ശ്രമങ്ങൾ നടന്നുണ്ട്. അച്ഛൻ്റെ കുടുംബവുമായിട്ട് ബന്ധമില്ലാത്ത, അച്ഛൻ ജനിച്ച ജില്ലയിൽ പോലും ജനിച്ചിട്ടില്ലാത്ത കുറെ ആളുകൾക്ക് സാമ്പത്തികം കൊടുത്തോ മദ്യം കൊടുത്തോ അതൊന്നും തെളിവില്ല. എങ്ങനെയോ ഒക്കെ ഇന്നലെ ഒരു പെണ്ണുമ്പോഴുടെ കരഞ്ഞുകൊണ്ടൊരു കണ്ണുനീരൊലിപ്പിക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ട് കരഞ്ഞുകൊണ്ടൊരു വീഡിയോ. അയ്യോ ഇവൻ മുരളി എന്ന് പറഞ്ഞവൻ കുരങ്ങനാണ്. എൻ്റെ കുരങ്ങ് ലക്ഷണമുണ്ടോ? ഒരു മനുഷ്യ ലക്ഷണമൊക്കെ ഇല്ലേ? അത്യാവശ്യം ഇച്ചിരി വെളുപ്പൊക്കെ ഇല്ലേ?
അപ്പം അവരൊരു കുരങ്ങനാണ്, ജയനെന്ന് പറഞ്ഞാൽ ഭയങ്കര സുന്ദരനാണ്, ഇങ്ങനെ ഒരു മകൻ ജീവിതത്തില്ല. പിന്നെ എൻ്റെ അമ്മയെക്കുറിച്ച് അതിനകത്ത് പറഞ്ഞ വേറെ കുറേ വാക്കുകൾ അതിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ മോശമായ ആ പറയുന്ന സ്ത്രീ കാശ് വാങ്ങിച്ചോട്ടായിക്കോട്ടെ, എന്തായാലും ആ സ്ത്രീ പറയുന്ന മറ്റൊരു സ്ത്രീയാണ്, ആ സ്ത്രീ പ്രസവിച്ചിട്ടുണ്ട് എന്ന് പോലും ചിന്തിക്കാത്ത സ്ത്രീകൾ. ഇപ്പം ഇതൊക്കെ പല രീതിയിൽ അവർ ഇറക്കുമ്പോൾ നമ്മൾ അതിനുള്ള മറുപടി കൊടുത്ത് തെളിവ് സഹിതം കൊടുത്ത് ഞാൻ തള്ളുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഒന്നിനും പോകുന്നില്ല, അവർ പറഞ്ഞോട്ടെ എന്ന് എനിക്ക് പറയാം. ഇപ്പോഴും പലരുടെയും ചോദ്യം എങ്ങനെ ഞാൻ വന്നു, നിങ്ങൾക്കിപ്പം കുറെ നാൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറെ സാഹചര്യം ജയൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ മകനാണ് എന്ന് തെളിയിക്കുക, അല്ലെങ്കിൽ ഒരു ക്യാമറ ഫെമിലിക്ക് വരാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തിനു ജയൻ മരിച്ചതിന് ശേഷം ഞാൻ മകനാണ് ക്യാമറ ഫ്രെയിം ഉണ്ടായപ്പോഴാണ് 2000 ശേഷമല്ലേ? ജയൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പറയാറുന്നല്ലോ, ഇല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒപ്പം അച്ഛനോടൊപ്പം ഇടാറുന്നല്ലോ. പറഞ്ഞു അച്ഛന്റെ ഭാവിയെ ഓർത്തു അമ്മ എന്നെ കൊണ്ട് തൽക്കാലം മാറി. നിമിഷ നേരം കൊണ്ട് കൃഷ്ണൻ നായർ എന്ന വ്യക്തി മലയാള സിനിമയിലെ ഇതിഹാസ താരമായിട്ട് മാറി. വെറും 6 വർഷത്തെ സിനിമ ജീവിതം മാത്രമല്ല, 79 ശരപഞ്ചരം എന്ന സിനിമയിലാണ് പുള്ളി ഭയങ്കര ലെവലിലേക്ക് മാറുന്നത്, സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് വന്നത്. പിന്നെ 79 കഴിഞ്ഞ് 80 ഒറ്റ വർഷം കൊണ്ട് ഒരുപാട് സിനിമ ചെയ്ത് ഒരപകടത്തിൽ മരണപ്പെട്ടു പോകുന്നു. അവിടെ അമ്മ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് എന്നെയും കൊണ്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, താല്പര്യമില്ല. പക്ഷെ അദ്ദേഹം ചെലവിന് കൊടുത്ത് വിടുന്നതൊക്കെ പൈസ മേടിക്കുമായിരുന്നു. സ്ഥലം വീടൊക്കെ മേടിച്ചതെന്ന് പറഞ്ഞാൽ അമ്മ അതിനെയൊക്കെ നിരസിച്ചു. പല ആളുകളും വന്നു. ഒരു കുമാരൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു, കുമാരേട്ടൻ, എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നത്. പുള്ളി മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് പൈസ കൊടുത്തിരുന്നത്. അദ്ദേഹത്തിനോട് പറഞ്ഞു തങ്കമ്മ ഇങ്ങനെ വീട്ടു വാടകയ്ക്കൊന്നും താമസിക്കേണ്ട, ഞാൻ 5 സെൻറ്റ് സ്ഥലവും വീടും മേടിച്ചു കൊടുക്കാം. ഇതൊക്കെ അമ്മ പറഞ്ഞ കഥയാണ്. കുമാരേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പോയി കണ്ട്. അപ്പം അവിടെ ഒന്ന് താമസിക്കാൻ പറയാം. അമ്മ പറയുന്നത് എൻ്റെ കൈ കൊണ്ടാണ് അവർ രക്ഷോട്ടെ, എനിക്ക് അവരുടേതായ ഒന്നും വേണ്ട. അമ്മ എന്നെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവിയെ ബുദ്ധിമുട്ടിക്കാതെ മാറി നിൽക്കുമായിരുന്നു. എന്നാൽ സോമൻ നായർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനിയൻ റോട്ടിൽ വെച്ച് കാണുമ്പം ഞങ്ങൾ 3 പേര് നിന്ന് സംസാരിക്കേണ്ട. അമ്മ പറയുന്നത് ഓണ്ട മോനെ നിൻ്റെ അച്ഛൻ്റെ അനിയൻ കൊച്ചച്ഛൻ. ഞാൻ പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒന്നും വിളിച്ചിട്ടില്ല. അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെ ജീവിക്കുന്ന കുഞ്ഞിന് പോലും ഇതാ എന്താ അച്ഛൻ അമ്മ കുടുംബം എന്നാന്ന് അറിയത്തില്ലോ. ആ കാലഘട്ടത്തിൽ എനിക്ക് പോയി വല്ലതും ചെയ്യാൻ പറ്റുമോ? പിന്നീട് അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് പോലും അദ്ദേഹത്തിനെ കുറിച്ച് യാതൊരുവിധ കാര്യങ്ങളുമില്ല. ഒരു ബന്ധു പോലും ഇന്ന് അച്ഛൻ്റെ അവകാശം പറയുന്ന അച്ഛൻ്റെ അനിയൻ്റെ മക്കളെന്ന് പറയുന്ന വ്യക്തികൾ പോലും അദ്ദേഹത്തിൻ്റെ മറ്റു ബന്ധുക്കൾ ഇപ്പോൾ അളിയന്മാർ ഇറങ്ങിയിട്ട് ഒരളിയനെ ഇറങ്ങിയിട്ടും മറ്റളിയന്മാരൊന്നും ഇറങ്ങിയിട്ടില്ല. അവർക്ക് ഇച്ചിരി അന്തസ്സുള്ള ആൾക്കാരാണ്. ഒരളിയൻ ഇറങ്ങിയിട്ടുണ്ട്, ഞാനാണ് ജയൻ്റെ അളിയെന്ന് പറഞ്ഞ എല്ലാ ആളുകളുടെ മുമ്പിൽ ഒന്ന് ഫോട്ടോ എടുക്കുന്നത്. ഇവരാരും 80-ൽ ശ്രീ ജയൻ എന്ന് പറയുന്ന എൻ്റെ പിതാവ് മരിച്ചതിന് ശേഷം ഇങ്ങോട്ട് 2000 കാലഘട്ടം വരെ ഒരുവിധ തരത്തിലുള്ള അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിലും കടുത്ത ഭ്രാന്തൻ ആരാധകരുണ്ട്. അവർ അവിടെ വരികയും പോയി തിരക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ജയൻ സാറിൻ്റെ വീട് കാണാനൊക്കെ വരാറുണ്ട്. ഒരുപാട് പേരുണ്ട്, എങ്കിലും കുറേ ആൾക്കാരേ ഉള്ളൂ. ഇവരാരും ഇല്ല. പിന്നെ എപ്പോഴാണ് ജയൻ പുനർജനിക്കുന്നത്? ഞാൻ എപ്പോഴാണ് രംഗത്ത് വരുന്നത്? ഈ പറഞ്ഞ ഞാനും അങ്ങനെ പോയിട്ടില്ല, അമ്മയൊന്നും എന്നെ അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല. നമ്മൾ പോകാറില്ല. അമ്മ പറഞ്ഞിട്ട് പോവല്ലേ അടുപ്പിക്കൽ. എന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം പോയി ഈ അച്ഛൻ്റെ അനുജൻ്റെ ഭാര്യ ശ്രീദേവി അമ്മയെ കാണാൻ ഒരു ഫോട്ടോ മേടിക്കാനായിട്ട് ഞാൻ പോയായിരുന്നു ഒരു കാലത്തില്ല. അപ്പം ഞാൻ രംഗത്ത് വരുന്നത് 2001-ലാണ്. അതായത് ജയൻ തരംഗം സോഷ്യൽ മീഡിയ ആരംഭിക്കുന്നു, ജയൻ തരംഗം ഉണ്ടാകുന്നു. TV-യിലും എല്ലാം ജയൻ തരംഗം. അപ്പം ഞാൻ കൊല്ലം കോടതിയിൽ ഒരു ജഡ്ജിയുടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുവാണ്. രാവിലെയും വൈകിട്ടും ഒരു അരമണിക്കൂറത്തെ പണിയുണ്ട് എനിക്ക്. അപ്പം CJM-ന്റെ കോടതിക്കാട്ട് എനിക്ക് ഇച്ചിരി സഹകരണവും മേളമൊക്കെ ആയി. CJM-നെയും നമ്മുടെ ജഡ്ജിയെയും കൊണ്ട് ഞാൻ എറണാകുളത്തേക്ക് വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം അങ്ങനെ ഒരു സഹകരണമൊക്കെ കൊണ്ടാണ്. അച്ഛനും അമ്മയും തമ്മിലുള്ള കേസിന്റെ പകർപ്പ് കൊല്ലം കോടതിയിൽ കിടപ്പുണ്ട്, കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്ന് അമ്മ പറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ട്. അപ്പം അമ്മയെടുത്ത് പോയി തിരക്കി, അമ്മ ഏത് കോടതിയിലാണ് അച്ഛനും അമ്മയും തമ്മിലുള്ള കേസിന്റെ? അപ്പം അമ്മ പറഞ്ഞു ഇന്ന കോടതിയിലാന്ന് പറഞ്ഞു. ഞാൻ ആ കോടതിയിലേക്ക് പോകണം, അവിടെയാണ് നമ്മുടെ രംഗപ്രവേശം. ഞാൻ ആ കോടതിയിലേക്ക് പോന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ട്. അവനോട് വളരെ രഹസ്യമായിട്ട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയും, പക്ഷെ നീ ഇത് പുറത്തു പറയേണ്ട, അതീവ രഹസ്യമായിരിക്കണം. അവൻ പറഞ്ഞു ഇല്ല പറയാൻ പറഞ്ഞു. ഞാൻ മരിച്ചുപോയ സിനിമ നടൻ ജയൻ്റെ മകനാണ്, അദ്ദേഹം എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു കേസിൻ്റെ പകർപ്പ് ഈ കോടതിയിൽ ഉണ്ടെന്ന് അമ്മ പറയുന്നുണ്ട്. അത് ഏകദേശം ഞാൻ 71-ലൊക്കെയാണ് കണ്ട് ജനിച്ചത്. അത് ഏകദേശം ഒരു 75-76 അല്ലെങ്കിൽ ഇതിന് ഇടയ്ക്കുള്ള കാലയളവിൽ ഫയൽ ഒന്ന് പരിശോധിച്ചിട്ട് നീ ആരും അറിയാതെ അതിൻ്റെ ഒരു പകർപ്പ് ഒരു കോപ്പി എടുത്ത് എനിക്ക് തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞ് അളിയ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അളിയാന്നൊക്കെ വിളിക്കുന്നത് അത്ര വലിയ ഡീപ്പ് ഫ്രണ്ട്സ് ഒന്നുമില്ല, ജിമ്മിലേക്ക് വെച്ച് പരിചയമുള്ള ഒരു കൂട്ടനാണ്. ആ പറഞ്ഞില്ല ഞാൻ എടുത്തരാൻ. പക്ഷേ ഞാൻ ഈ വീട്ടിൽ പോയിരുന്നു. ഈവൻ അതുപോലെ ചെന്ന് മാതൃഭൂമിയിൽ അനിൽ എന്ന് പറയുന്ന റിപ്പോർട്ട് എടുത്ത് ഈ കാര്യം അവതരിപ്പിക്കുന്നു. ഞാൻ എന്ന് പറയുന്നത് ഞാൻ ഇലക്ട്രിക്കിൻ്റെ ഒക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു സൈക്കിളിനകത്ത് പോകുന്നത്. ഇവർ വന്ന് എന്നെ കാത്ത് എൻ്റെ വീടിനടുത്ത് നിൽക്കുന്നു. കച്ചേരിക്കുളം ശ്രീ നാഗരാജ ആൾക്കാർ അവിടെ നിൽക്കുന്നു. വൈകിട്ട് ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ ഇവർ രണ്ടുപേരും നിൽപ്പുണ്ട്. ഞാൻ ചെന്താ എന്നാ ഇത്
മാതൃഭൂമിയിലെ പത്രപ്രവർത്തനാണ്, അനിൽ എന്നാണ് പേര്. നിൻ്റെ കാര്യം ഇദ്ദേഹത്തിനോടൊന്ന് പറയാൻ പറഞ്ഞ്. ഞാൻ പറഞ്ഞു എനിക്കിതിനെക്കുറിച്ച് പറയാൻ അറിയത്തില്ല, അമ്മയുണ്ട്, അമ്മയെടുത്ത് കൊണ്ട് കാണിക്കുന്നു, അമ്മ കാര്യങ്ങൾ പറയുന്നു, അമ്മയുടെയും എൻ്റെയും ഫോട്ടോ എടുക്കുന്നു. ആ സമയത്താണ് നമ്മുടെ കമ്പ്യൂട്ടർ പുതിയൊരു ടെക്നോളജി വന്നത്. ഒരാളിൻ്റെ ഫോട്ടോയൊക്കെ വിഗ് എടുത്ത് അടുത്താണ്ടെടുത്ത് വെച്ച് കൊടുക്കുന്ന അങ്ങനെ ടെക്നോളജി കണ്ടുപിടിച്ച ആ സമയമാണ്. അപ്പം ഇവർ ഫോട്ടോ എടുക്കുന്നു, അവർ എന്നിട്ട് ഓലക്കടയിൽ പോകുന്നു. അന്ന് ആ 2001 അവിടെ ജീവിച്ചിരുന്ന പഴയ ആളുകളോട് ചോദിക്കുന്നു, വീണ്ടും അമ്മയെടുത്ത് വരുന്നു, തിരിച്ചും മറിച്ചും അമ്മയെടുത്ത് പല രീതിയിലും ചോദിച്ച് അവിടെയും പോയി ചോദിച്ച് ക്ലിയറായി കുറേ ഫോട്ടോസ് എടുത്ത് പിന്നെ എൻ്റെ ഒരു പത്രം പ്രിന്റ് ചെയ്യാവുന്ന ഒരു ഡേറ്റിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തി. കാര്യം മാതൃഭൂമി എന്ന് പറഞ്ഞത് ഒരു കുറഞ്ഞ പത്രമല്ല. അവരുടെ ഒരു വലിയ പത്രത്തിനകത്ത് ഫ്രണ്ട് പേജിൽ ഇതുപോലെ ഒരു വാർത്ത വരണമെങ്കിൽ അവർക്ക് അത് അത്രയും 100% റിസൾട്ട് കിട്ടിയാൽ ഒരു വാർത്ത ഇടും. കാര്യം ജയൻ എന്ന് പറയുന്നത് കുറഞ്ഞ ഒരാളല്ല. അവരുടെ കുടുംബക്കാരെങ്കിലും മാതൃഭൂമിക്കെതിരെ കേസിന് കൊടുത്താൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അത് ക്ലിയർ ആക്കിയതിനു ശേഷമാണ് അവർ പത്രവാർത്ത ഇടുന്നത്. മനസ്സിലായില്ലേ? അത് അതിനുശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ആയി. ഏഷ്യാനെറ്റിലെ അകത്തളം എന്ന പരിപാടി, കുറേ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ് അതങ്ങ് തവിഞ്ഞു പോയി. ഞാൻ പിന്നീട് എവിടെയെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഞാൻ ഇങ്ങനെ ജയന്റെ മകനാണെന്നും പറഞ്ഞ് ഇറങ്ങിയ ഒരു വാർത്ത ഈ 2001 പത്രവാർത്തയ്ക്ക് ശേഷം എവിടെയെങ്കിലും കാണിച്ചു തരാൻ ആരെങ്കിലും കൊണ്ട് പറ്റുമോ? ശരി. അപ്പോ നിങ്ങൾ കോടതി പോയപ്പോൾ നിങ്ങളുടെ സുഹൃത്തിനോട് വളരെ രഹസ്യമായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് എന്തായാലും ആ ഒരു കോളത്തിൽ ഫില്ല് ചെയ്യേണ്ടി വരും. മമ്മി ആരാണ്, അച്ഛൻ ആരാണ്, പേരെന്താണ്. അപ്പൊ മുരളി ജയൻ തന്നെയായിരുന്നല്ലോ സ്കൂളിലെയും പേര്. അന്ന് ആർക്കും അറിയില്ലായിരുന്നു ജയന്റെ മകൻ. മുരളി ജയൻ എന്ന പേരല്ല മോളെ എനിക്ക് വരണ്ടേ. എനിക്ക് ആക്ച്വലി വരണ്ടേ കൃഷ്ണൻ നായരുടെ പേര്, അച്ഛന്റെ യഥാർത്ഥ പേര്. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചത് അവിടുത്തെ കാര്യം അതും പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞുകൊണ്ട് മക്കളെ അച്ഛൻ്റെ വീട്ടുകാർ വളരെ കുഴപ്പമുള്ള ആൾക്കാരാണ്, സൂക്ഷിക്കണം, അവിടെ അങ്ങ് പോകരുത്. അമ്മയ്ക്ക് പേടിയായിരുന്നു. അച്ഛൻ എന്നെ കൊണ്ടുപോയി വളർത്താനുള്ള പല ശ്രമങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന സൈഡിലൂടെ. പല ആളുകളെയും വിട്ടു എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കണം, അവരെ നല്ല നിലയിൽ എത്തിക്കണം, അതുകൊണ്ട് തങ്കമ്മയുടെ ഞങ്ങളുടെ കൂടെ വാ, എൻ്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് താമസിക്കാം, സ്ഥലവും വീടും പിടിച്ചൊക്കെ ഇങ്ങനെയൊക്കെ പല വലിയ അമ്മയ്ക്കൊരു സംശയമായിരുന്നു. മീൻസ് എന്നെ തപ്പിക്കൊണ്ട് പോയിക്കൂടായില്ല. അമ്മ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോൾ എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. എൻ്റെ വീടിനടുത്തുള്ള ഗൗരി എന്ന് പറഞ്ഞൊരു അമ്മയുടെ ഒരു അകന്ന ബന്ധു, എൻ്റെ അമ്മയും അവരുടെ സാവിത്രി, പോറ്റി, രാധാകൃഷ്ണൻ അവൻ്റെ പേര്, പോറ്റി, സാവിത്രി, ഞങ്ങൾ 3 പേരാണ് 1ാം ക്ലാസ്സിലേക്ക് കച്ചേരി സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നത്. അവിടെ വെച്ച് ഈ ഫോം ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എന്താ നമ്മുടെ ജനറൽ സർട്ടിഫിക്കറ്റ് അങ്ങനെയൊന്നും കാണിക്കുന്ന ഒരു ഓർമ്മയൊന്നുമില്ല. ജസ്റ്റ് പറയുവാണ്. എൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനെല്ലാം 20/5/1972. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡേറ്റ് 1. എല്ലാ കൂട്ടുകാരുടെയും ഡേറ്റ് 20/5/1972. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു ഓർമ്മയുണ്ട്. അച്ഛൻ്റെ പേര് വെച്ചാൽ അമ്മ രാമകൃഷ്ണൻ ആചാരി എന്ന് പറഞ്ഞു കൊടുത്തത് എനിക്ക് നല്ല ഓർമ്മ ഇപ്പോഴും ഉണ്ട്. അച്ഛൻ്റെ പേര് ചോദിച്ചപ്പോഴോ? അപ്പം അമ്മയുടെ അച്ഛൻ്റെ പേര് ചോദിക്കുമല്ലോ. അപ്പോൾ രാമകൃഷ്ണൻ ആചാരി എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ ഗൗരിയമ്മ എന്ന് പറഞ്ഞി അതെന്തിനാ രാമകൃഷ്ണൻ ആചാരി പറയുന്നത്, അവൻ്റെ അച്ഛൻ്റെ പേര് കൃഷ്ണൻ നായർ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, അതെൻ്റെ കുഞ്ഞിന് പ്രശ്നമാവും, എൻ്റെ കുഞ്ഞിനെ അവരാരും തപ്പിക്കൊണ്ടു, പിന്നെ അവരെന്തെങ്കിലും പ്രശ്നമാവും. അതുകൊണ്ട് അമ്മ ആ പേര് മനഃപൂർവ്വം അവിടെ കൊടുത്തോട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് സത്യമായ ഒരു കാര്യമാണ്. അമ്മയ്ക്ക് കൊടുക്കാമായിരുന്നു, പക്ഷെ എന്തോ അമ്മ കൊടുത്തില്ല. ഈ ഗൗരിയമ്മ പറഞ്ഞിട്ട് പോലും അമ്മ പറഞ്ഞു വേണ്ട, എൻ്റെ കുഞ്ഞിൻ്റെ പേര് അങ്ങ് വെക്കണ്ട, കാര്യം അവരെ എൻ്റെ കുഞ്ഞിനെ പിടിച്ചോണ്ട് പോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റി. എന്തിനായിരിക്കും ജയന്റെ ഫാമിലി മകനെ തട്ടിക്കൊണ്ടു പോകും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? മോളെ ആ കാലഘട്ടം നിങ്ങളുടെ ഈ 2000 കാലഘട്ടമല്ല. പഴയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു സമുദായം ഭരിക്കുന്ന കാലഘട്ടമാണ്. മീൻസ് പ്രത്യേകിച്ച് നായർ സമുദായം, സാമ്പത്തികമുള്ള വലിയ മുസ്ലിം സമുദായം, അങ്ങനെയൊക്കെയുള്ള വലിയ സാമ്പത്തിക ശിക്ഷ ഉള്ളൊരു ഭരിക്കുന്ന കാലഘട്ടമാണ്. നമുക്ക് ആ പല കാലഘട്ടത്തെക്കുറിച്ച് അറിഞ്ഞൂടാം. എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് കേസ് ഉണ്ടായാൽ, ഒരു വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ, അല്ലെങ്കിൽ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ, ഒരു വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു വീട്ടിലെ കാരണവർ അവരുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഫോൺ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ മതി, അത് എൻ്റെ ആളാ വിട്ടരേന്ന് പറഞ്ഞാൽ വിടുന്ന ആ ഒരു വല്ലാത്തൊരു കാലഘട്ടമാണ്. പക്ക ക്രിമിനൽസ് ഭരിച്ചിരുന്ന കാലഘട്ടമാണ് ഈ പറഞ്ഞ 1970, 80, 65 കാലഘട്ടമെല്ലാം. പക്ക തെരുവ് ഗുണ്ടകൾ. കേട്ടിട്ടുണ്ടോ 18ര രാജ്യം എന്ന് കേട്ടിട്ടുണ്ടാവും. പള്ളിമുക്കിൽ അച്ഛൻ കുടുംബം അമ്മ കുടുംബമുള്ളതല്ലേ. 18ര രാജ്യം അറിയാവോ? കൊല്ലം ജില്ലയിൽ നമ്പർ 1 കേടികളാണ് പറഞ്ഞത്. 18ര രാജ്യം എന്നറിയപ്പെടുന്ന കണ്ടിട്ടുണ്ടോ ആളിനെ? ഒരു മുസ്ലിമാണ്, അടിപൊളിയാണ്, ഭയങ്കര ഹൈറ്റ്, സുന്ദരനാണ്. 18ര രാജ്യം എന്ന് പറഞ്ഞൊരു ഭയങ്കര ടീമാണ്. ആ കാലഘട്ടത്തിൽ ജനിച്ച വ്യക്തിയെ ഞാൻ. അമ്മ എൻ്റെ ജനനത്തിന് ശേഷം ഒറ്റപ്പെട്ടു പോയി. അമ്മയ്ക്ക് 2 ആങ്ങളമാർ 2 ചേച്ചിമാരുണ്ട്. അതിലൊരാങ്ങളെ അമ്മയെ ഉപേക്ഷിച്ച് കണ്ട നായന്മാരെയൊക്കെ പിടിച്ച് കൊച്ചിനെ കൊണ്ടുവന്നു പറഞ്ഞാൽ അല്ല, ഒരു മാമനെയുള്ള അമ്മയെ സംരക്ഷിച്ച. എങ്കിലും അവിടെ ഒന്നും വലിയ ആശ്രയത്തിന് അമ്മ പോകാതെ എന്നെ എൻ്റെ രീതിയിൽ വളർത്തി. ആ കാലഘട്ടത്തിൽ എന്നെ പോലത്തെ കുഞ്ഞിനെയൊക്കെ കൊല്ലാനും ഒരു പാടുമില്ലാത്ത കാലഘട്ടമാണ്. ഇവരുടെ കുടുംബത്തിലെ ഒരാളുടെ പേര് ഞാൻ പറയട്ടെ. ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തിലെ ഒരാളുടെ പേരാണ് പിച്ചാത്തി ബാലൻ. എന്താ പറയുക പിച്ചാത്തി ബാലൻ എന്ന് പറഞ്ഞാൽ? കൊല്ലം ചിന്നക്കടയിലെ 2 മുസ്ലിം ലോഡിംഗ് തൊഴിലാളികളെ പിച്ചാത്തി ബാലൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്, കതിരുവല്ല. അയാൾ കൊല്ലം ചിന്നക്കട വെച്ച് കുത്തി.
അതിൽ ഒരു മുസ്ലിം സഹോദരൻ മരിച്ചുപോയി, ഒരാൾ രക്ഷപ്പെട്ടു. ഈ ഫാമിലിയാണ് എൻ്റെ അച്ഛൻ്റെ ഫാമിലി. അമ്മയ്ക്ക് ഈ പിച്ചാത്തി ബാലനൊന്നും അറിയത്തില്ല, അമ്മ നിന്നപ്പോൾ പിച്ചാത്തി ബാലൻ വന്നില്ല. പക്ഷെ ക്രിമിനൽസുകളും ഉള്ള ഒരു ഫാമിലി. അമ്മയ്ക്ക് എന്തോ എന്നെ അങ്ങനെ സംരക്ഷിച്ച് വളർത്തണം തോന്നി, അങ്ങനെ എന്നെ പ്രത്യേക രീതിയിൽ വളർത്തി. അച്ഛൻ്റെ കുടുംബമായിട്ടൊന്നും എന്നെ വിട്ടുകൊടുത്തില്ല. അത് എന്താണെന്ന് വെച്ചാൽ അതെൻ്റെ അമ്മയ്ക്ക് അറിയാവുള്ളൂ. ഒരു പക്ഷേ അച്ഛൻ്റെ ഭാവിയായിരിക്കും അമ്മ ഉദ്ദേശിച്ചത്. ഞാനും എൻ്റെ കുഞ്ഞും അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടാവുന്നില്ല, എൻ്റെ കുഞ്ഞിനെ എനിക്കറിയാൻ വളർത്തേ, അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ മരിച്ചതിന് ശേഷം അമ്മയ്ക്ക് അങ്ങനെ തന്നെ ചിന്തിച്ചൂടായിരുന്നോ? എന്തിന് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടാകണം, അദ്ദേഹത്തിന്റെ പേര് എന്തിന് വീണ്ടും വലിച്ചടക്കണം എന്ന് ചിന്തിക്കാമായിരുന്നു. ഇപ്പൊ സംസാര വിഷയം ഇതാണല്ലോ, ഇപ്പൊ സംസാര വിഷയം ആയില്ലേ. അപ്പം അത് മനഃപൂർവ്വം ചെയ്തതായിട്ട് ഞങ്ങൾക്ക് തോന്നുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ അമ്മയുടെ ഒരു കേസിന്റെ പകർപ്പെടുത്ത് എൻ്റെ ആവശ്യത്തിന് മാറ്റി വെക്കാൻ പോയതാണ്, പബ്ലിസിറ്റി പോയതല്ല. ഞാൻ പറഞ്ഞല്ലോ, രഹസ്യമായിട്ട് ഞാൻ ചെയ്ത പരിപാടിയാണ്, ഒരു വ്യക്തിയും ചെയ്തിട്ടില്ല. പക്ഷെ അത് പരസ്യമായി. ഏത് സത്യവും എവിടെ കൊണ്ട് കുഴിച്ചു മൂടിയാലും ഒരിക്കലും അത് പുറത്ത് വരണമല്ലോ. ഇതെൻ്റെ തലവിധിയാണല്ലോ ഇങ്ങനെ 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 വരണമെന്ന്. ഇനി എപ്പോഴാണ് വീണ്ടും ജയന്റെ മകനായിട്ട് തിരിച്ചു വന്നത്? അതൊരു ചോദ്യം ചോദിച്ചിട്ടില്ല മക്കളെ. ആ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? ഈ 2001 പത്രവാർത്തയെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കാര്യം നോക്കി, എൻ്റെ കുടുംബമായി, കല്യാണമായി, 2 കുഞ്ഞുങ്ങളായി, എൻ്റെ കൂലിപ്പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ പോവാണ്. എനിക്ക് എല്ലാ പണികളും അറിയാം. അന്നൊരു ഞാൻ രംഗത്ത് വന്നിട്ടില്ല. എൻ്റെ ഫേസ്ബുക്കിലോ മറ്റൊന്നും ഞാൻ ഈ വക കാര്യങ്ങളോ വാർത്തകളോ ഒന്നും പ്രചരിപ്പിച്ചില്ല. എല്ലാ സംഭവം ഉണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. അന്നൊരു കൂലിപ്പണി നമ്മൾ പോകുന്ന നടത്തി കളിച്ച്. ഓക്കെ. അത് കഴിഞ്ഞപ്പോഴാണ് 113 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, റിമി ടോമിയുടെ. ആ പ്രോഗ്രാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ ഉമാ നായർ എന്ന് പറഞ്ഞൊരു ലേഡി, ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ്, സിനിമയിൽ വേഷം ചെയ്തിട്ടുണ്ട്. ആ പെങ്കൊച്ച അവിടെ ഗസ്റ്റായിട്ട് വരുന്ന ആ പ്രോഗ്രാമിൽ അവരുടെ കൂടെ വരുന്ന മറ്റൊരു പെങ്കൊച്ചുണ്ട്, പേര് എനിക്കറിയത്തില്ല, ശരി വണ്ണ കൊണ്ടൊരു പെങ്കൊച്ചാണ്. ഇവർ ആ ഗസ്റ്റായിട്ട് വന്ന സമയത്ത് റിമി ടോമിയുടെ ആ കൂടെ വന്ന ഉമാ നായരുടെ കൂടെ വന്ന പെങ്കൊച്ച് പറയുന്നു, ഈ നിൽക്കുന്ന ഉമാ നായരുടെ ഒരു വലിയ കാര്യം ഇവിടെ പറയാനുണ്ട്. അപ്പം റിമി ടോമിക്ക് അതെന്താണ്? അത് ഈ മരിച്ചുപോയ സിനിമാ നടൻ ജയൻ ഈ ഉമാ നായരുടെ വകയിലെ ഒരു സ്വന്തം എന്ന് പറഞ്ഞാൽ വകയിലെ ഒരു വല്യച്ഛനാണെന്ന് ആ കൊച്ചു അവിടെ നിന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ബന്ധം അറിഞ്ഞുകൂടാത്ത, ഇവിടാണ് എൻ്റെ വരവിൻ്റെ ഒരു റിയാലിറ്റി നടക്കുന്നത്. ഈ ബന്ധം, ഇങ്ങനൊരു ബന്ധു ഉണ്ട്, നമ്മുടെ അച്ഛനുണ്ട് എന്നുള്ള കാര്യം ആദ്യത്തിൻ്റെ പെങ്ങൾക്കോ അറിയില്ല. അവർ രണ്ടുപേരും കൂടി ചേർന്ന് സോഷ്യൽ മീഡിയ വഴി ഉമാ നായരെ അതിഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു, ഭയങ്കര വഴക്കായി. അപ്പോൾ ഉമാ നായർക്ക് മാനസികമായിട്ട് വിഷമം വരുന്നു. അവർ അതിൻ്റെ തെളിവുകൾ, ഫോട്ടോ ഒക്കെ കൊണ്ടുവരുന്നു. അവരുടെ അമ്മയും ഞങ്ങളുടെ അമ്മൂമ്മയൊക്കെ ഇരിക്കുന്ന ഫോട്ടോസ് കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ടാമതൊരു വീഡിയോ ആദ്യത്തിൻ്റെ വരുന്നു. ജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ബന്ധുക്കളില്ല എന്ന് ഇവിടെ ഒരുപാട് പേര് പറയുന്നു. പറഞ്ഞൊരു ഒരാളൊരു ഗുണ്ടയെ പോലൊരാൾ, അത് അവരുടെ കസിനാണ്. ഞാൻ കണ്ണനേരത്ത് വെച്ച് മനസ്സിലാക്കി. അയാൾ പറയുന്നു, ജയന് ഭാര്യയുണ്ട്, മകനുണ്ട്, മകളുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ വന്നതൊക്കെ ഞങ്ങളങ്ങ് ക്ഷമിക്കുക, ആരും വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഇനി മുതൽ ആരെങ്കിലും ജയന്റെ മകനാണ്, ഭാര്യയാണ്, മകളാണെന്നും പറഞ്ഞ് വന്നാൽ ഞങ്ങൾ നിയമപരമായി കേസെടുക്കും. അന്ന് തുടങ്ങിയ വാക്കാണിത്. ഇപ്പോഴും പറയുന്നുണ്ട്, ഞങ്ങൾ നിയമപരമായി കേസെടുക്കും, കേസിന് പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞേ, ഞാനൊരുത്തൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പം എന്നെ വെല്ലുവിളിക്കുന്നോ എങ്കിൽ എനിക്കതൊന്ന് കാണണമെന്ന് മനസ്സിനൊരു ആഗ്രഹം തോന്നുകയും ഞാൻ തന്നെ ഉടൻ തന്നെ ഒരു വീഡിയോ ഇട്ട്, ഞാനാണ് സിനിമാ നടൻ ജയന്റെ മകൻ, എൻ്റെ പേര് മുരളി എന്നായിരുന്നു, ഇപ്പം ഞാൻ മുരളി ജയൻ എന്നറിയപ്പെടുന്നു. KPSCയിൽ ഞാൻ ഇന്ന നാടകം കളിച്ചപ്പോൾ KPSC എനിക്ക് ചാർത്തി തന്ന പേരാണ്, അച്ഛൻ്റെ പേരും ചേർത്ത് മുരളി ജയൻ. ശരി, അപ്പം അമ്മ കൂടെ നിന്നില്ലേ ഈ ഒരു കാര്യത്തിന്? അമ്മയ്ക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ഈ അമ്മ തന്നെയാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്, മോനെ അച്ഛന്റെ പേര് ഇല്ലാതാക്കരുത്. നമ്മൾ അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എവിടെ ഇപ്പൊ പറഞ്ഞു? അമ്മ പറഞ്ഞു താല്പര്യമില്ല, അമ്മയ്ക്ക് ഇതിലൊന്നും താല്പര്യമില്ല. ബേബി മോന്റെ സിനിമാ ഭാവി ഓർത്ത് എന്നെ കൊണ്ട് അമ്മയിഞ്ഞ് പോരുന്നു. പക്ഷെ ഞാൻ അമ്മയുടെ ഒരു പകർപ്പെടുക്കാൻ പോയപ്പോൾ പലതരത്തിലും ഇതൊരു വാർത്തയായി ഇങ്ങനെ വന്നു. ശരി, ആ സമയത്ത് അതൊരു ചെറിയ വാർത്തയായി, നല്ല വലിയ വാർത്തയാണ്. ആയിക്കോട്ടെ, ആ ഒരു സമയത്ത് അതായത് 2001 ആ ഒരു കാലഘട്ടത്തിൽ അതൊരു വാർത്തയായി അതങ്ങ് പോയി കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം ഇപ്പോ 24 വർഷം കഴിഞ്ഞു. 24 വർഷത്തിന് ശേഷം വീണ്ടും അത് പൊക്കിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അവിടെയും തെറ്റി, മോക്കും തെറ്റി, അല്ലെങ്കിൽ പൊതുജനക്കെല്ലാം. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ പൊക്കിക്കൊണ്ട് വന്നോട്ടെ, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. നിങ്ങൾ എന്തിനു മുന്നിൽ വരണം? നിങ്ങൾക്കറിയാം നിങ്ങള് ജയന്റെ മകനാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അത് മനസ്സിൽ വെച്ച് അച്ഛനെ പ്രാർത്ഥിച്ച് അങ്ങ് ഇരുന്നാ മതിയായിരുന്നല്ലോ. എന്തിനു ഫ്രണ്ടിൽ വരണം? ഇപ്പൊ പിന്നെ ഈ ഇരുന്ന് പറയുന്നതൊക്കെ ഇതൊക്കെ വന്നതല്ലേ? പറയാം, അവിടെയും കാര്യങ്ങളുണ്ട്. ഈ 2014 അവരുടെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര യുദ്ധമായി. ജയൻ കലാ സാംസ്കാരിക വേദി ഈ സംഭവം ഏറ്റെടുത്തു. ജയന് മകനില്ല,
അന്ന് പ്രായം ചെന്നു മരിക്കാറായ കുറേ ആളുകൾക്ക് മദ്യം മേടിച്ചു കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിച്ചു, ഞങ്ങൾ ജയൻ്റെ കൂട്ടുകാരാണ്, ജയന് മകനില്ല, ജയൻ കല്യാണം കഴിച്ചില്ല. ആ കളവന്മാരെല്ലാം എനിക്കറിയാവുന്ന ആൾക്കാരാണ്. ഞാൻ ഉടനെ എൻ്റെ മൊബൈലും കൊണ്ട് അവരുടെ വീട്ടിനകത്ത് കയറി ചെല്ലും. സത്യം പറ, നിങ്ങളിത് ആരെ കൊണ്ട് പറയിപ്പിച്ചാൽ അത് ആറ്റിങ്ങിലാണ് ചെയ്യും, ഞങ്ങൾക്ക് മദ്യം മേടിച്ചെന്ന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാണ് എൻ്റെ പേര് കേസെടുക്കുക. ഞാൻ കേസെടുക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ വീഡിയോ കണ്ട് അവരറിയുന്നില്ല ഇത് വീഡിയോ ആക്കുന്നു. ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കുന്നു, അയ്യോ ഇത് വീഡിയോ, അയ്യോ ക്ഷമിക്കണേ, ഞങ്ങൾക്ക് അറിയത്തില്ല, പ്രിയമുള്ളവരെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് തിരിച്ച് വീഡിയോ ഇട്ട് ഞാനിക്കും മറുപടി കൊടുക്കണമല്ലോ. എന്നെക്കുറിച്ച് അപവാദം പറയാൻ കൊടുക്കണ്ടേ, എൻ്റെ ഉത്തരവാദിത്തമില്ലേ, ഞാൻ എന്ത് വന്നല്ലോ. ഞാൻ അതെല്ലാം കൊടുത്ത് ആ യുദ്ധം അവിടെ തീർന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇൻ്റർവ്യൂസ് വരും. അല്ല, അവിടെ തീർന്നപ്പോഴാണ് മഴവിൽ കേരള എന്ന് പറഞ്ഞൊരു വ്യക്തി, ഈ ചാനലിലാരെ ഞാൻ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിഞ്ഞു, എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യം. അന്നേരം അമ്മ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് വന്നേണ്ട ഒരു 4 മണിക്കൊണ്ട് വന്ന് കൊറോണ ബ്ലോക്ക്ഡ് സമയത്ത് കാര്യം ചോദിച്ചു. ഏണ്ട രാത്രി 12 മണി വരെ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവരെല്ലാം പറഞ്ഞ് ഷൂട്ട് ചെയ്തെടുത്തിട്ട് അവരത് പബ്ലിസിറ്റി ചെയ്ത്. അവിടെ നിന്നാണ് രണ്ടാമത്തെ ഇതിങ്ങനെ സംഭവമായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് അതൊന്നും തവിഞ്ഞു. ഞാൻ എൻ്റെ കൂലിപ്പണി എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നടന്നു പോകുന്നു. ഒന്നിനും ഞാൻ പോയിട്ടില്ല. ഒരു സീരിയലിനോ മറ്റു കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല. എന്നാൽ ചില അച്ഛൻ്റെ ആരാധകർ, മണികണ്ഠൻ ചേട്ടൻ, കുറേ ആൾക്കാർ, അശോകൻ ചേട്ടൻ, സുരേഷ് ബാബു, അങ്ങനെ കുറേ ആൾക്കാർ എന്നെ കാണാൻ വരും. ഇവരെല്ലാം എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും. അവർ വരുമ്പോൾ അവരെ മുരളി ഇതൊരു സംവിധാന നമ്പറാണ്, മുരളി ഒന്ന് വിളി. ഞാൻ ചേട്ടാ വേണ്ട, അല്ല അങ്ങനെ വിളിക്കുമ്പോൾ ഇവരെന്നെ കൊണ്ട് നിർബന്ധിച്ച് വിളിപ്പിക്കാറുണ്ട്. ഞാൻ ചില സമയത്തൊക്കെ ഒന്ന് വിളിക്കാറുണ്ട്. അത് ഞാൻ അങ്ങനെ ഇവരെ ബോധിപ്പിക്കുക, സത്യം പറയുന്നതാണ്. ഞാൻ അതങ്ങ് കാണുക. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞു, ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളെല്ലാം സുഖമായിട്ട് കഴിഞ്ഞു പോണു. ആദിത്യനായത്തിൻ്റെ പോകുന്നു, ലക്ഷ്മി പോകുന്നു, നമ്മളൊന്നിനും പോയിട്ടില്ല. ഒരു സിനിമാക്കാരൻ്റെ മുമ്പിൽ അങ്ങനെ പോയിട്ടില്ല. പക്ഷേ ഇപ്പം എനിക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി. അത് ദ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് എന്നെ വിളിച്ചു. ഞാനൊരു വേഷം ചെയ്യാനായിട്ട് പോയി. അത് കഴിഞ്ഞു. ഞാൻ എൻ്റെ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും യൂട്യൂബ്, എനിക്ക് സ്വന്തമായിട്ട് മുരളി ചെയ്യുന്നുണ്ട്, ഇവിടെയൊന്നും ഈ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞ GM മനു എന്ന് പറഞ്ഞ ഡയറക്ടറാണ്, കോഴിക്കോട് അദ്ദേഹമാണ് എടുത്തത്. റോബിൻ അമ്പാട്ട് എന്ന് പറഞ്ഞ നിർമ്മാതാവ്. അതിൽ അഭിനയിച്ചത് ഷൈൻ ടോം ചാക്കോ നായകൻ. വേറെ ഒരുപാട് പ്രശസ്തരായ നടന്മാരൊക്കെ ഉണ്ട്. എനിക്കതിനകത്തൊരു ബസ് കണ്ടക്ടറായിട്ടാണ് സീൻ കിട്ടിയത്. ഈ പടത്തിനെ കുറിച്ചുള്ള വിവരണങ്ങളോ മറ്റു സീനുകളോ ഒന്നും ഈ ഇവരുമായിട്ടൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസ് ഒന്നും എൻ്റെ ഫേസ്ബുക്കിലോ എങ്ങും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്നതാണ്. താല്പര്യം വേണ്ട എനിക്ക്. ആ സിനിമ കഴിഞ്ഞു പോയിട്ട് രഘുറാം എന്ന് പറഞ്ഞൊരു സിനിമയുടെ സംവിധാനം എന്നെ വിളിക്കുന്നു. അതിനകത്ത് എന്നിട്ട് എനിക്കൊരു ചെറിയ വേഷം കൊണ്ട് ചെയ്യാമെന്ന് വെച്ചാൽ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ആ വേഷം പോയി ചെയ്തു. അവരുടെ ആ സിനിമയെ കുറിച്ചുള്ള പത്രസമ്മേളനം. സിനിമയിൽ അഭിനയിച്ചിട്ട് അതെടുത്ത് ഇടാൻ ഇത്ര മടി എന്തിനാ? അല്ല, എനിക്ക് ചോദിച്ചില്ലേ പ്രശസ്തിയിലൊക്കെ പോകാനല്ലേ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത്? ഓഫ് കോഴ്സ്, പ്രശസ്തിയിൽ പോകാനാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫോട്ടോസ് എടുത്ത് ഇട്ടാ പോരെ. ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഇടുന്നില്ല? ഇപ്പോഴും നിങ്ങൾ ഞാൻ ജയന്റെ മകനാണെന്ന് പറഞ്ഞ് നടക്കല്ലാതെ നിങ്ങൾ സിനിമയിൽ അഭിനയിക്കൂ, അതെടുത്തിടൂ. സീരിയൽ അഭിനയിക്കൂ, അതെടുത്തിടൂ. അതൊക്കെ ചെയ്യ്. നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതൊന്നും ഇടാത്തത്. ജയന്റെ പേര് പറഞ്ഞ് പ്രശസ്തിയാണ് താല്പര്യമുണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, നിങ്ങൾ തന്നെയാണ് തന്നെ എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങൾ കേൾക്കുന്നത് മുഴുവൻ നിങ്ങൾ ഓരോ സ്ഥലത്ത് പോയി എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഒരു സ്ഥലത്തും പോയി പറയാറില്ല. എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചാൽ, ചാനലുകാരെ വിളിച്ചാൽ ഞാൻ ചെല്ലും. എന്തിനാ പോകുന്നപ്പോ? അതിപ്പോ ഞാൻ ഇതിപ്പോ തെളിയിച്ചില്ലേ പറ്റൂ. ഇതിപ്പോ എന്റെ ഉത്തരവാദിത്തമാണ്. എന്തിനു തെളിയിക്കണം? ആരെ ബോധിപ്പിക്കണം? നിങ്ങൾക്കും നിങ്ങളുടെ അമ്മയ്ക്കും ഇത് ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട എന്ത് ആവശ്യമുള്ളത്? അങ്ങനെ എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ നാട്ടുകാരെ ബോധിപ്പിക്കാൻ? വേറെ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ നാട്ടുകാരെ ബോധിപ്പിക്കാൻ? ഇനി ഇത് ഇപ്പം മുരളി ജയന്റെ വിഷയമല്ല. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് തെളിവ് തന്നോ? അതാണല്ലോ ഞാൻ പറയുന്നേ. എന്റെ അമ്മ തന്നത് കൊണ്ടാണല്ലോ ഞാൻ പറയുന്നേ. ഞാൻ അമ്മ പറഞ്ഞപ്പോ നിങ്ങൾ അത് വിശ്വസിച്ചു. തെളിവ് തന്നോ അമ്മ? എന്ത് തെളിവാ തന്നേ? മാതാവ് പറയുന്നതാണ് നമ്മുടെ പിതാവ്. ജയന്റെ ഫാമിലി എന്തുകൊണ്ട് ചെയ്യുന്ന അംഗീകരിക്കാത്ത? അപ്പോ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? എന്തുകൊണ്ട് പറ്റില്ല? അവരെപ്പോഴാ ജനിച്ചേ? ഞാനും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന 2 വ്യക്തികളുള്ളൂ. ഒന്ന് ആദിത്യൻ, ഒന്ന് ലക്ഷ്മി ശ്രീദേവി നായർ. ഇല്ലേ? ഈ ആദിത്യൻ എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ തമ്മിൽ 9 വയസ്സിന് വ്യത്യാസമുണ്ട്. ഈ ലക്ഷ്മി ശ്രീദേവി ഞാൻ എന്താണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 13 വയസ്സിനെങ്കിലും വ്യത്യാസം കാണും. 12 to 13 വയസ്സില്ല. ഈ ഞാൻ ജനിച്ചതിന് ശേഷം ജനിച്ച ഈ കുട്ടികൾക്ക് എന്നെ കുറിച്ച് എന്തറിയാം? പറയാമോ? ജയനെ കുറിച്ച് അറിയാമായിരിക്കും. ഒന്നും അറിയത്തില്ല. ജയനെ കുറിച്ച് അവർക്ക് എന്തറിയാം? അവർ ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കണ്ടിട്ടില്ല. ആദിത്യൻ ജനിച്ചു, 40-ാം ദിവസം എൻ്റെ അച്ഛൻ മരിച്ചു. ആദിത്യൻ പറയുന്നത് ആദിത്യനാണ് എൻ്റെ അച്ഛൻ്റെ, ആദിത്യൻ്റെ ചേട്ടൻ ചേർന്നാണ് എൻ്റെ അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊടുത്തിരുന്നത്. 40 ദിവസമുള്ള കുഞ്ഞിന് ഒന്ന് കമന്ന് വീഴാൻ പറ്റൂ? ഉണ്ടോ? അയാൾ കണ്ണൻ നേര. ഞാനല്ല, കണ്ണൻ നേരം എന്ന് പറയുന്നു. കണ്ണൻ നേരം എന്ന് പറഞ്ഞാൽ മിസ് 4 വയസ്സ് 5 വയസ്സ് കൊണ്ടുള്ളവന്, അവനെ കൊണ്ട് അത് ചെയ്ത്. അപ്പൊ ആദ്യത്തിന് ഈ 2 വ്യക്തികൾക്കും ഈ കുടുംബത്തിലെ ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് പറയാൻ ഒരു അവകാശവും ഇല്ല.
ഒന്ന്, ജയൻ എന്ന് പറയുന്ന വ്യക്തി ഈ കണ്ണൻ നായരുടെയോ ആദിത്യൻ്റെയോ ലക്ഷ്മി ശ്രീദേവി നായരുടെയോ സ്വന്തം ആരുമല്ല, ബന്ധുവാണ്. ഞാൻ ജയന്റെ മകനാണെന്ന് പറയുമ്പം ഞാൻ ശക്തമായിട്ട് പറയുകയാണ്, ഇപ്പോഴും പറയുകയാണ്, ഞാൻ ജയന്റെ മകനാണ്. ഇത് ഇല്ല എന്ന് പൊതുജനം പറഞ്ഞാൽ വേണമെങ്കിൽ വിശ്വസിച്ച് എനിക്ക് തെളിവ് വരണം. എൻ്റെ അമ്മ പറഞ്ഞ ഓർമ്മയിലാണല്ലോ, ആ മെമ്മറിയിലല്ലോ, അല്ലെ ആ അധികാരത്തിലാണല്ലോ ഞാൻ പറയുന്നത്. പൊതുജനം പറയുകയാണ്, അല്ലെ മോള് പറയാണ്, ചേട്ടാ ക്ഷമിക്കണം ചേട്ടാ, ചേട്ടൻ ജയന്റെ മകനല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, മോളെ ശരി, അപ്പോൾ മോളൊരു കാര്യം ചെയ്യും, എനിക്കൊരു തെളിവ് താ. മോള് തരാൻ ബാധ്യസ്ഥയാണ്, അല്ലേ? പിന്മാറാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് ജയന്റെ മകനല്ല എന്ന്. അവരോട് എനിക്ക് പറയാവുന്നേ ഉള്ളൂ, ഇനി എൻ്റെ അമ്മ ചിലപ്പോൾ എന്നെ പറ്റിച്ചെങ്കിലോ? അതെ, പറ്റാം. നിങ്ങളിപ്പോ ജയന്റെ മകനാണ് എന്ന് തെളിയിക്കാനായിട്ട് നടക്കുകയാണ്. ഞാനില്ല, അവിടെ മനസ്സിലാക്കുക. എന്തിനു എനിക്ക് തെളിയിക്കണം? എന്റെ അമ്മ പറഞ്ഞ ആളാണ് എന്റെ അച്ഛൻ. ആയിക്കോട്ടെ, അങ്ങനെ ഇത് തെളിയിക്കേണ്ടത് ആരാണ്? ആരാണ് തെളിയിക്കേണ്ടത്? അച്ഛനെ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന, ഞങ്ങളുടെ സ്വന്തം എന്ന് പറയുന്ന അച്ഛന്റെ അനുജന്റെ മക്കൾ എന്ന് പറയുന്ന കണ്ണൻ നായരും ആദിത്യനും വന്ന് DNA എടുക്കാൻ തയ്യാറായ മുരളി ജയൻ. ഓക്കെ, പൈസ മുരളി ജയൻ തരും. മുരളി ജയന്റെ കയ്യിൽ ബാഗിൽ ഇപ്പോഴും കിടപ്പുണ്ട് കിറ്റ്, DNA കിറ്റ്. ഒന്നും വേണ്ട, ചോര വേണ്ട, തൊലി വേണ്ട, മുടി വേണ്ട, അകത്തെ വായിക്കത്തുന്ന ഒരു ശകല ഉമിനീര് ഇങ്ങോട്ട് തന്നാൽ ഞാൻ അതിൻ്റെ DNA സെറ്റ് കൊണ്ടുപോയി അതിൻ്റെ തമ്പും തരണം. തന്നാൽ ഞാൻ കൊണ്ടുപോയി, അല്ലെ നിങ്ങളുടെ ആരെങ്കിലും വേണം, ഏത് ചാനൽ വരെ വന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തരാം, സത്യസന്ധമായിട്ട് ചെയ്യണം. കൊണ്ടുപോയിട്ട് ആ DNA എടുത്തിട്ട് വാ, ഞാൻ ജയന്റെ മകനല്ല എന്ന് തെളിയിര്. തൊഴുകയ്യോടെ ഈ കേരളത്തിലെ ആളുകളുടെ മുന്നിൽ ഞാൻ തൊഴുകയ്യോടെ മാപ്പ് പറയും. കാര്യം പറ്റിപ്പോയി. എൻ്റെ ഒരു അമ്മ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ പറഞ്ഞതിൻ്റെ പ്രതികാരം അല്ല, ഇതിൽ വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോയി. ഇത് മോക്കും സംഭവിക്കാം, എനിക്കും സംഭവിക്കില്ല. നമ്മുടെ അമ്മമാര് ചതിച്ചാൽ ചതിച്ചു. എന്തുകൊണ്ടായിരിക്കും അവർ DNA തയ്യാറാവാത്തതും? DNA എടുക്കാൻ തയ്യാറാവാത്തതിന്റെ കാരണം സത്യങ്ങൾ പുറത്തു വരും. സത്യങ്ങൾ പുറത്തു വന്നാൽ ഇപ്പൊ എന്താ പ്രശ്നം? ജയനൊരു കല്യാണം കഴിച്ചൊരു മകനുണ്ട് എന്ന് പറയുന്നതിൽ അവരുടെ കുടുംബത്തിന് എന്താ? എന്നോടല്ല ചോദിക്കണ്ടേ, അവരോട് ചോദിക്കണം. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ജയന് മകനുണ്ടെങ്കിൽ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. സ്വന്തം മീൻസ് ഞാൻ ഒരാളെ ഉള്ളൂ, അത് എൻ്റെ അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ നിൽക്കുന്നു. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു 50% വെച്ചാൽ മതി എന്നെ, ബാക്കി 50% നിങ്ങൾ എന്നെ തള്ളിക്കോ, പ്രശ്നമില്ല. പക്ഷേ ഇദ്ദേഹത്തിന് വേറെ ആരുമില്ല, കേരളത്തിലെ ജനം മാത്രമേ ഉള്ളൂ. അവരാണ് ആരെ. ഈ കഴിഞ്ഞ നവംബർ 16, ഇപ്പം എത്ര ദിവസമായി? ഇന്നിപ്പോൾ 23. ഈ കഴിഞ്ഞ നവംബർ 16 കൊല്ലം ഓലയിൽ എൻ്റെ അച്ഛൻ്റെ വളർന്ന ആ സ്ഥലത്ത്, ആ വീട്ടിൻ്റെ മുമ്പിൽ നവംബർ 16 ആഘോഷിച്ചപ്പം ജയനെന്ന് പറഞ്ഞ വ്യക്തിയുടെ സ്വന്തം ബന്ധം എന്ന് പറയുന്നത് ഈ ആദിത്യനും കണ്ണൻ നായരും അവിടെ ആദിത്യനും ലക്ഷ്മി ശ്രീദേവി നായരും അവിടെ വന്നിട്ടുണ്ട്. ഇവര് ലക്ഷ്മി ശ്രീദേവി എന്ന് പറഞ്ഞ പെങ്കൊച്ചിന് കൊല്ലം കടപ്പാക്കടയിൽ ഇങ്ങോട്ട് വരാൻ കൂടിയ ഒരു 50 രൂപയുള്ള ആട്ടോക്കൂലി, തിരിച്ച് അങ്ങോട്ട് ഒരു 50 രൂപ, പോട്ട 200 രൂപ, നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. അവർ വന്നിട്ടില്ല, അവർ വരാറില്ല. നിങ്ങൾ ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറില്ല. കാര്യം എൻ്റെ വീട്ടിൽ പറയട്ടെ, പറയാം, ഈ വക ചടങ്ങിനോട് എനിക്ക് താല്പര്യമില്ല. കാര്യം ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരാൾക്ക് വല്ല ആഹാരമോ മരുന്നോ ഒക്കെ കൊടുത്താൽ അതാണ് പുണ്യം. ചത്തുപോയതിനു ശേഷം ഈ വായിക്കിരി ഇടുക, അമ്പലത്തിൽ, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ അച്ഛനും ഇഷ്ടമല്ലായിരുന്നു, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. എങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേട്ടം വന്നാൽ ഉറപ്പായിട്ടും ഓച്ചറയിൽ പോയി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് അമ്മയുടെ ഇല്ലെങ്കിൽ രണ്ടുപേർക്കും ചെയ്തില്ല, ചെയ്തില്ല. പിന്നെ ഈ പ്രതിമയുടെ മുമ്പിൽ അതൊന്നും ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്, ഇപ്പം 3 വയസ്സിലാണ് അച്ഛൻ മരിക്കുന്നത്. മരിച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് അടുപ്പം കാണിക്കാത്ത, അല്ലെങ്കിൽ ഒരുപാട് ഓർമ്മകൾ ഇല്ലാത്ത, നമുക്ക് ഓർമ്മ വയ്ക്കാത്ത കാലമാണല്ലോ 3 വയസ്സെന്ന് പറയുന്നത്. അത്രയും ഓർമ്മകൾ ഇല്ലാത്ത 3 വയസ്സല്ല 9 വയസ്സിലാണ് മരിക്കുന്നത്. 3 വയസ്സെന്നാണ് നേരത്തെ പറഞ്ഞത്. 3ാം ക്ലാസ്. ഓക്കെ, 9 വയസ്സ്. നമുക്ക് അധികം ഓർമ്മകൾ ഇല്ലാത്ത 9 വയസ്സിലൊക്കെ ഓർമ്മയുണ്ട്. ഓക്കെ, അത്രയും അടുപ്പം ഇല്ലാത്ത ഒരാൾ മരിച്ചതിന് ശേഷവും നമ്മൾ പലരും നമുക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞൂടാത്ത, നമ്മുടെ കൂടെ ഇടപെടാത്ത ആൾക്കാരുടെ കാര്യത്തിൽ നമ്മൾ അധികം ഇടപെടാറില്ല. വലുതായതിനു ശേഷവും അങ്ങനെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ വലിയ ബോധോടാവുന്ന കാര്യമില്ല. ഇപ്പോ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി വന്നത്, പലരും ചോദിക്കും, നിങ്ങൾ ഫെയിമിന് വേണ്ടിയിട്ട് വന്നതല്ലേ, എന്തിന് ആ ഒരു ആളുടെ പേര് വെച്ചിട്ട് ഇങ്ങനെ ഫെയിം ഉണ്ടാക്കണം? 24 വർഷമായല്ലോ മക്കളെ ഞാൻ ജയന്റെ മകനാണെന്നും പറഞ്ഞു നടക്കുന്നത്. ഒരു കുടുംബത്തിന് ഇവൻ കള്ളനാണ്, ഇവനെ ജയിലിൽ അടയ്ക്കണം, ഈ 24 വർഷം പോരെ ഞാൻ കള്ളനാണ് തെളിയിക്കാൻ? പോരെ? ഇത്രയും ചോദ്യങ്ങൾ എൻ്റെ കുഞ്ഞ് ചോദിച്ചല്ലോ. മോള് എന്നെ ആലോചിക്കും, മോടെ കുടുംബത്തിൽ വന്ന് ഞാൻ 24 വർഷമായിട്ട് മോടെ അച്ഛൻ്റെ അല്ലെ വാപ്പയുടെ മോനാ ഞാനെന്ന് പറഞ്ഞാൽ മോക്ക് അറിയാമെങ്കിൽ മിണ്ടാൻ നിൽക്കും, അറിഞ്ഞുകൂടാങ്കിൽ എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കും. ഉമാനായർ വന്ന് വല്യച്ഛനെന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ചോ? അവിടെ ഒരു സംഭവം കിടപ്പുണ്ട്, ഒരു ചോദ്യചിഹ്നം കിടപ്പുണ്ട്.
എന്തുകൊണ്ട് ജയൻ വന്നിട്ട് മുരളി ജയൻ വന്നിട്ട് ജയന്റെ മകനാണെന്ന് പറഞ്ഞപ്പോൾ ഇവരാരും മിണ്ടുന്നില്ല? ഇവരെപ്പോഴാണ് തലപൊക്കിയേ പറയാമോ? ഇപ്പോൾ ആദിത്യൻ ലക്ഷ്മി ശ്രീദേവി നായർ എന്ന് പറയുന്ന വ്യക്തികൾ ഇപ്പോഴാണ് തലപൊക്കിയേ. കൊല്ലം ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞപ്പം ഒരു വിവരവും ഇല്ലാത്ത ബിജു എന്ന് പറഞ്ഞൊരു CI, ഒരു വിവരവും ഇല്ല, വിദ്യാഭ്യാസം ഇല്ല അയാൾ ഈ കാര്യങ്ങൾ കേട്ടിട്ട് എന്നെ ജയന് പണം ഇല്ലയോ എന്ന്. ഒരു മനുഷ്യന്റെ ഒരു കാലഘട്ടത്തിൽ പണം ഉള്ളവരാവാം, മറ്റൊരു കാലത്തിൽ പണം ഇല്ലാതാവാം, തിരിച്ചും വരാം. കാര്യങ്ങൾ ഒരാൾ പറയുമ്പം അയാളെ ഒന്ന് കാണുമ്പോൾ ആ സ്റ്റേഷനിലുള്ള മുഴുവൻ പോലീസുകാർക്കും എന്നെ അറിയാം. അവരെല്ലാവരും പറയുന്നത് പോലും ജയന്റെ മകൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു CA പറഞ്ഞ് അവിടെ എന്നെ വഴക്ക് അനാവശ്യം പറഞ്ഞു. മനസ്സിലായില്ലേ? കുറേ അനാവശ്യമൊക്കെ പറഞ്ഞു വിട്ടു. ഞാൻ ഫേസ്ബുക്കിൽ അപ്പോഴേ കയറ്റി. അത് കഴിഞ്ഞ് പുള്ളി എന്നെക്കുറിച്ച് അങ്ങ് അന്വേഷണം നടത്തി. ഇവനെ വിടാൻ പാടില്ല, ഇവനെക്കുറിച്ച് അന്വേഷിക്കണം ഞാൻ പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു കിട്ടിയത് മൊത്തം ജയന്റെ മകൻ എന്നാ. ഇവർ അന്വേഷിച്ച ആളുകൾ മൊത്തം എൻ്റെ അച്ഛൻ്റെ വീട്ടിനടുത്തും എനിക്കറിയുന്ന എൻ്റെ കൂട്ടുകാരുടെ ഇടയില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്ക് നിന്നെക്കുറിച്ച് അറിയുന്ന കുഞ്ഞിലും പോലെ നിന്നെ ഞങ്ങൾ ജയന്റെ മകൻ എന്ന് കേട്ടത് ഞങ്ങളവിടെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വിവരാവകാശം തരാൻ പറഞ്ഞു. 2021 ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്ത അപേക്ഷ എന്നെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് എന്താണ് തരാൻ? അച്ഛൻ വീട്ടുകാർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്ന് 25ആയി, 4 വർഷമായി ഇന്നേ വരെ കൊല്ലം ശക്തികുളങ്ങരയിലെ പോലീസുകാർ എനിക്ക് വിവരാവകാശം തന്നിട്ടില്ല. ആൾക്കാരുടെ അറിവുള്ള ആളുകൾക്ക് ചോദിച്ചാൽ അവർ പറഞ്ഞു തിരുവനന്തപുരത്ത് പോയിക്കൊള്ളാൻ പറഞ്ഞു, വിവരാവകാശം അപേക്ഷ വെക്കാൻ പറഞ്ഞു. അവിടെ കൊണ്ടു കൊടുത്തു. അവിടെ നിന്ന് എനിക്ക് ലെറ്റർ വന്നു. അവർക്ക് ലെറ്റർ വന്നു ഇത്ര ദിവസത്തിനകം വെച്ച് ഇതിൻ്റെ റിപ്പോർട്ട് ട്രിവാണത്ത് ഉടനെ ശക്തികുളങ്ങര ആ വനിതാ പോലീസ് ഓഫീസർ ഇത് കൈകാര്യം ചെയ്യുന്ന പോലീസ് എൻ്റെ ഫോണിൽ വിളിച്ച് സഹോദര ബുദ്ധിമുട്ടിക്കല്ലേ, എനിക്ക് 2 മക്കളോടൊരു കുഞ്ഞു കുടുംബമാണ്, എൻ്റെ ജോലി പോകും, എന്നെ ഉപദ്രവിക്കല്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. ഞാൻ മാനസികമായിട്ട് വിഷമം, അയ്യോ നമ്മൾ അങ്ങനെയാണ്ട് ഞാൻ പിന്നെ പോയിട്ടില്ല ഇതുവരെയിട്ടില്ല. എന്നാൽ അച്ഛൻ വീട്ടുകാർക്ക് അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ഇയാള് ജയന്റെ മകനല്ല, ഇയാൾക്ക് മാനസികമായ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഏതോ ഒരു 500-ാം വകുപ്പ് പ്രകാരം പോലീസുകാർക്ക് കേസെടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ കോടതിയിൽ പോകുന്നു. 2021 പോലീസുകാർ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ഇവർക്ക് ജയന്റെ മകനല്ല എന്നും പറഞ്ഞ്. അന്നേരം ഇവരെന്തോ ഇപ്പം 4 വർഷമായില്ലേ, എന്തുകൊണ്ട് ഇവര് കോടതിയിൽ പോകുന്നില്ല? അവർക്ക് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയല്ലോ. പോലീസിന്റെ അന്വേഷണം എന്ന് നമുക്ക് വിശ്വസിക്കാമല്ലോ ഇയാൾ ജയന്റെ മകനല്ല എന്ന് പറയുമ്പോൾ. എനിക്ക് ശേഷം ജനിച്ച ഈ കുട്ടികൾ എന്തായാലും പൂർണ്ണമായിട്ട് വിശ്വസിക്കാമല്ലോ. അവർ ഇത്രയും കാലമായിട്ട് കോടതി പോയിട്ടില്ലല്ലോ. അപ്പൊ അതാ വീണ്ടും കൊണ്ട് മുഖ്യമന്ത്രി 2ാമതും കൊടുത്ത പരാതി, എന്നെ ഈസ്റ്റിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഈ ജയന്റെ ചേട്ടന്റെ പേരിലും ചേട്ടന്റെ പേരിൽ ഒരു കേസ് കൊടുത്ത് തങ്ങളുടെ അമ്മ ഒരു ആരോപണം ഉണ്ടായിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എന്റെ അമ്മയോ? അച്ഛന്റെ അനിയന്റെ പേരിലോ? അച്ഛന്റെ ചേട്ടനല്ല, അച്ഛനാണ് മൂത്ത. 2ാമത്തെ അനിയൻ അനിയനായി. അനിയന്റെ പേരിലും തങ്ങളുടെ അമ്മ ഒരു ആരോപണം പറഞ്ഞതായിട്ട് കേസ് ഒന്നും കൊടുത്തിട്ടില്ല. എവിടെയാ കാണിച്ച ഒരു കേസ് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനല്ല. അച്ഛൻ ഞാൻ ജനിച്ച ശേഷം അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തു. അപ്പൊ സിനിമ നടനായിട്ടില്ല, വാക്ക് കൊടുത്തു, തങ്കമ്മ നമുക്കൊരു കുഞ്ഞായാലോ, അവിടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, ഞാൻ ഇനി വേറൊരു വിവാഹം മരണം വരെ കഴിക്കത്തില്ല എന്ന് പറഞ്ഞൊരു വാക്ക് കൊടുത്തായിരുന്നു. അപ്പൊ അമ്മയുടെ പറഞ്ഞ് ബേബി മോന്റെ കല്യാണമെന്ന്, ബേബി അണ്ണന്റെ കല്യാണം. ബേബി എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ ജയന്റെ പേരാണ്. അപ്പൊ അമ്മ പറഞ്ഞേ എനിക്കൊരു കുഞ്ഞിനെ തന്നിട്ട് കല്യാണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നു. അങ്ങനെ അമ്മ അവിടെ ചെല്ലുന്നു, അവിടെ പന്തലൊക്കെ കാണുന്നു. സ്വാഭാവികമായിട്ട് അമ്മ വേഗം ബേബിയുടെ കല്യാണമെന്നാണ്, എൻ്റെ അച്ഛൻ്റെ കല്യാണം. അമ്മ അവിടെ എന്നെ കൊണ്ട് പറഞ്ഞ് കല്യാണം കഴിച്ചോ എനിക്ക് പ്രശ്നമില്ല, അതൊക്കെ എന്തോ ആയിക്കോ, പക്ഷെ ഈ കുഞ്ഞിന് ഒരു ഉത്തരവാദിത്തം എഴുതി വെച്ചോ, എന്നിട്ട് പോയിക്കോ, കല്യാണം കഴിഞ്ഞു, സിനിമയിൽ പോയിക്കോ. അവിടെ എൻ്റെ അമ്മ അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, ഇത്രേ പറയുള്ളൂ. ഇതിനൊരു ഉത്തരവാദിത്തം എഴുതി വെച്ചിട്ട് പൊയ്ക്കോ. അങ്ങനെ കൊല്ലം വെസ്റ്റ് പോലീസുകാർ വരുന്നു, അമ്മയെ വിളിച്ച് അവിടെ കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് എൻ്റെ അച്ഛൻ എഴുതി ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്, ഇത് എൻ്റെ മകനാണ്. കൃഷ്ണൻ നായരാണ് എഴുതി, ചില സോമൻ നായരല്ല. എഴുതി ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്, ഇത് എൻ്റെ മകനാണ്, കുഞ്ഞിനെയും തള്ളയും സംരക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അവിടെ എഴുതി ഒപ്പിട്ട് അമ്മ പറഞ്ഞു ശരി മതി പൊയ്ക്കോ. അമ്മയുടെ വിചാരം അതാ ഉള്ളൂ, അത്രയും മതി. അമ്മ ഒരു തെളിവുണ്ടാക്കി വെച്ചേ ഉള്ളൂ. പഴയകാല പെണ്ണുങ്ങൾ എൻ്റെ അമ്മ അതാ സ്റ്റേഷനിൽ ഇരിപ്പുണ്ടു, ഇനി കിട്ടത്തില്ല. അപ്പൊ എനിക്ക് വയസ്സ് 54ആയി. അപ്പൊ എത്ര വർഷമായി കാണും? ഒരു 52 വർഷം, 2 വയസ്സ് 3 വയസ്സൊക്കെ ആവുമായിരിക്കുമല്ലോ, എനിക്കറിയത്തില്ല. എന്നാലും കൂട്ടിക്ക് ഒരു 50 വർഷം ആകുമല്ലോ. 50 വർഷം കഴിഞ്ഞാൽ നമ്മളെ തെളിവൊന്നും കിട്ടൂല, എല്ലാം പൊടിഞ്ഞു പോവാം, ഫയല് മൊത്തം പോകും. അത് കഴിഞ്ഞ് ഇദ്ദേഹം സിനിമയിലോട്ട് അങ്ങോട്ട് വെച്ചടി അങ്ങോട്ട് ചെറുതായിട്ട് ഉയർന്നു. ഇദ്ദേഹം സിനിമയെന്നും പറഞ്ഞ് നടക്കുന്നു. ഈ അഭിനയത്തിനോട് ഇദ്ദേഹത്തിന് ഭയങ്കര ക്രൈസാണ്. അപ്പം നോക്കിക്കൊണ്ട് ഞങ്ങളെ അന്വേഷിക്കുന്നില്ല, തിരക്കൊന്നുമില്ല, അന്വേഷണമൊന്നുമില്ല. അമ്മ പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. അമ്മ വീണ്ടും ഒരു വക്കീൽ നോട്ടീസ് അങ്ങോട്ട് അയച്ചു. വക്കീലിൻ്റെ പേര് സഹിതം പറയാം, ചവറ വാസുള്ള. അയാളെ കൊണ്ടൊരു വക്കീൽ നോട്ടീസ് അയച്ചു, സ്വീകരിച്ചു, വന്നിട്ടില്ല. 2ാമതൊരെണ്ണം അയച്ചു, സ്വീകരിച്ചു, വന്നിട്ടില്ല. അദ്ദേഹം സിനിമയിലൊക്കെ നടക്കുക. 3ാമത് അയച്ചു, വാറണ്ടായി, കോടതിയിൽ ഹാജരായി. അവിടെ വന്നിട്ട് പറഞ്ഞു, അമ്മയടുത്ത് ആദ്യം പറയുന്ന വാക്ക് എന്താണ് തങ്കമായി കാണിക്കുന്നത്, ഞാൻ എന്താ വേണ്ടേ, എന്തിനു ഞാൻ തയ്യാറാകുന്നില്ല. അമ്മ പറഞ്ഞു ഒന്നും വേണ്ട, ഇവിടെയും കൂടി എഴുതി വെച്ചിട്ട് പൊയ്ക്കോ,
അതെൻ്റെ അമ്മയുടെ അന്നത്തെ ആ ഒരു അറിവ് കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചു. അവിടെയും എഴുതി വെപ്പിച്ചു, അവിടെയും ജഡ്ജിയും ഇവരെ മജിസ്ട്രേറ്റോ അതൊക്കെ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു അമ്മ കുഞ്ഞിനെ കൊണ്ട് പോലെ, കുഞ്ഞിൻ്റെ ഭാവിയാണ് പ്രശ്നം, അതുകൊണ്ട് ദയവായിട്ട് കൂടെ പോകുന്നവരുടെ അമ്മ പോകത്തില്ല. എന്തായിരിക്കാം മോളായാൽ പോലും നിങ്ങളുടെ ഈ ഒരു പ്രായത്തിൽ എന്തെങ്കിലും ഒരു മാനസിക വിഷമം ഉണ്ടായില്ല ആരായാലും, നമ്മൾ ചിലപ്പോൾ ഒരു തീരുമാനം എടുത്താൽ അത് തീരുമാനമായിരിക്കും. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. അമ്മ പോയില്ല, അമ്മയ്ക്ക് വേണമെങ്കിൽ പോയി ആ പ്രതാപം മൊത്തം അനുഭവിക്കാം, ആസ്വദിക്കാം, മുഴുവൻ കയ്യിലാക്കാം. താല്പര്യമില്ല അമ്മയ്ക്ക് വേണ്ട മറ്റൊരാളുടെ ഒന്നും. അമ്മ പലർക്കും അങ്ങോട്ട് ധനസഹായം കൊടുക്കും, വസ്ത്രം കൊടുക്കും, ആഹാരം കൊടുക്കും, പക്ഷെ അമ്മ ഒന്നും സ്വീകരിത്തില്ല. ഇത് ആരാണ്? ഇത് എൻ്റെ അച്ഛൻ ശ്രീ ജയൻ. ശരി, ഇതില് എവിടെയാണ് ചേട്ടന്റെ രൂപസാദൃശ്യം വരുന്നത്? എനിക്ക് കണ്ടിട്ട് തോന്നണില്ല, ഇങ്ങനെ പറയുന്നുണ്ട്. എവിടെയാണ് ചേട്ടന്റെ രൂപസാദൃശ്യം? ഫോട്ടോ തരാമോ? മോളി മനുഷ്യനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതിന്റെ റിയൽ മുഖം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത് വിഗ്ഗാ. ഓക്കെ, ഈ ഇരിക്കുന്ന ആളുടെ ഏകദേശം എൻ്റെ ഒരു കണക്കൂട്ടി പറയാം, ഇദ്ദേഹത്തിന് ഒരു കൂടി പോയാൽ ചിലപ്പോൾ ഒരു 10-35 വയസ്സിനകത്തൊക്കെ ചിലപ്പോൾ കാണാം, ചിലപ്പോൾ 40 വയസ്സിനകത്തൊക്കെ കാണാം. ഇദ്ദേഹത്തിന്റെ ജീവിതശൈലി എന്താണെന്നറിയോ? ദുഃഖം എന്താണെന്ന് ഈ മനുഷ്യനെ അറിഞ്ഞിട്ടില്ല. ഇദ്ദേഹം നേവി ഓഫീസറായിരുന്നു. നേവിയിലെ ഫുഡ് അറിയാമല്ലോ, ടൈം അടിച്ചുള്ള നല്ല ഫുഡ്, നല്ല കാര്യങ്ങളും. സിനിമയിൽ വന്നതിന് ശേഷം ഇറങ്ങുന്ന സിനിമ എല്ലാം വിജയം, പൊതുജനങ്ങളുടെ മുമ്പിൽ അതിഭയങ്കരമായ മാന്യതയും സ്നേഹവും ആദരവും അവാർഡുകളും അങ്ങനെയൊക്കെ പലതും കിട്ടി സന്തോഷം മാത്രമുള്ള ഒരു ജീവിതമാണിത്. ആ കോലമാണിത്. മീൻസ് കോലം എന്ന് പറയുമ്പോൾ ആ ഒരു രൂപമാണിത്. ഈ ഇരിക്കുന്ന ഞാനും ഇദ്ദേഹം തമ്മിൽ ഇപ്പം 13 വയസ്സിന് വ്യത്യാസമുണ്ട്. ഇദ്ദേഹത്തിന് 41ാമത്തെ വയസ്സിൽ ജീവിതം ഇവിടെ തീർന്നു. ആ ചുറുചുറുക്ക് ഇപ്പോഴും എവിടെയും കാണാം. 41 വയസ്സുള്ള ജയനെ നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളൂ. എനിക്കിപ്പോൾ 54 വയസ്സായി. അപ്പം എത്ര വയസ്സായി? 13 വയസ്സിന് വ്യത്യാസം. ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താ പറഞ്ഞാൽ, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കൂലിപ്പണിക്ക് ഇറങ്ങി. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എത്ര വയസ്സുണ്ട്? 9 വയസ്സ്. ഇല്ലേ, 8ഉം പൊട്ടും തിരിയാത്ത. ഇനി എൻ്റെ ഫുഡ് പറയട്ടെ. ഞാൻ രാവിലെ കഴിക്കുന്നത് ചോറും പഴയ മീൻകറിയുമാണ്. ഉച്ചയ്ക്ക് കഴിക്കുന്നത് ചോറും മീൻകറിയുമാണ്. 4 മണിക്ക് സ്കൂളിൽ നിന്ന് വിട്ട് തന്നാൽ കഴിക്കുന്നത് ചോറും മീൻകറിയാണ്. രാത്രിയിൽ കഴിക്കുന്നത് ചോറും മീൻകറിയാണ്. ഇതല്ലാതെ പാല്, മുട്ട, ഇഡ്ഡലി, ദോശ, പുട്ട്, പഴം, ഏത്തപ്പഴം, കടല, കിഴങ്ങ്, ചെറുപയർ, ഇതൊന്നും എൻ്റെ ശരീരത്തിൽ പോയിട്ടില്ല. ഉള്ളി മീൻകറിയും ചോറും മാത്രം, അതും റേഷൻ കടയിലെ അരിയാണ്. പണ്ടുള്ള എല്ലാ വീട്ടുകാരും കഴിയുന്ന റേഷൻ കട. ഇത് അതല്ല, ഇത് വെറൈറ്റി ആയിട്ടുള്ള വിലപിടിപ്പുള്ള നല്ല ഫുഡുകൾ കഴിച്ച ഒരു വ്യക്തിയാണ്. ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇത് വിഗ്ഗാണ്. ഇനി ഇതിൻ്റെ ആ രൂപം മാറ്റമുള്ള ഒരുപാട് ഫോട്ടോ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്നെ പോലെ തോന്നുന്ന, മീൻസ് എൻ്റെ മുടിയുള്ള ഞങ്ങളുടെയൊക്കെ രൂപമുള്ള മുഖമാണ്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്കിത് അറിയത്തില്ല. ഇദ്ദേഹത്തിന് 2 മുഖമാണ്. വിഗ്ഗൊക്കെ വെച്ച് മേക്കപ്പ് കെട്ട് സിനിമയിലേക്ക് വരുന്ന നടൻ ജയൻ എന്ന് പറഞ്ഞാൽ അത് വേറൊരു മുഖമാണ്. ഇനി ഈ വിഗ്ഗെല്ലാം ഊരി കളഞ്ഞ് സാധാരണപ്പെട്ട നമ്മളെ പോലെ മനുഷ്യരായിട്ട് പൗഡറും ടച്ചപ്പ് ചെയ്തുകൊണ്ട് വരുന്ന ജയൻ എന്ന് പറയുന്നത് അത് റിയൽ കൃഷ്ണൻ നായരാണ്. സ്വന്തം ഡ്രൈവർ പോലും ഷൂട്ടിംഗ് കഴിഞ്ഞാൽ വെച്ചാൽ ഇദ്ദേഹം വേഷമെല്ലാം മാറി ടീഷർട്ട് ഇട്ടുണ്ട്, പാൻറ് ഇട്ടുകൊണ്ട് ഡ്രൈവറുടെ അടുത്ത് മിണ്ടാതെ വന്ന് നിൽക്കും. ഡ്രൈവർ സുരേന്ദ്രൻ ചേട്ടൻ പറഞ്ഞാൽ അനങ്ങത്തില്ല, പുള്ളിക്കാരൻ വന്നിങ്ങനെ നിൽക്കും. പുള്ളി മൈൻഡ് ചെയ്യത്തില്ല, കാര്യം ജയൻ സാറാന്നുള്ളത് അറിയത്തില്ല, വേറൊരു മുഖമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് തമ്മിൽ നിങ്ങൾ റോഹിത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയും അദ്ദേഹത്തിൻ്റെ പ്രായവും എൻ്റെ ജീവിതത്തിലും ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾ എന്നെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന രൂപവും ഫോട്ടോ കാണുന്ന രൂപമൊക്കെ വ്യത്യാസമുണ്ട്. എൻ്റെ അമ്മ പോലും പറഞ്ഞിട്ടുണ്ട്, അച്ഛനെ പോലെ ഒരു മകൻ. ഇപ്പം എൻ്റെ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത്, ബോഡി ഹൈറ്റ് 168 സെൻറ്റിയാണ്. അതിൽ 100 കട്ട് ചെയ്ത് 68 കിലോ ബോഡി വെയ്റ്റ് എനിക്ക് വരണം, എങ്കിലും ഞാനൊരു ഉത്തമ പുരുഷനാവും. റിയൽ ജയനെ ഇത് ഉറപ്പിച്ച് പറയണം, നെഞ്ചത്ത് കഴിച്ചത് ഈ കാണുന്ന സാധനത്തിനെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഞാൻ കേരളത്തിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ തരും ജയനെ, ഒറിജിനൽ ജയനെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ തരും. ഇതുമായിട്ട് സാദൃശ്യം ചെയ്താൽ ഞങ്ങൾ തമ്മിൽ രാപകൽ കാര്യം കൂലിപ്പണി. എന്നൊക്കെ പണി അറിയാവോ? ഇദ്ദേഹം ജോലി എന്തായിരുന്നു? നേവി ജോലി, പിന്നെ സിനിമാ അഭിനയം. എൻ്റെ ജോലി 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പം സൈക്കിളിൻ്റെ പണി, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മൈക്കാട് പണി, മണ്ണ് ചുമട്, പാറ ചുമട്, കൈവണ്ടി പണി, കമ്പി ചുമട്, സിമെൻറ്റ് ചുമട്, കോൺക്രീറ്റ്, അങ്ങനെ എല്ലാ പണിക്കും പോകും. രാവിലെ ഒരു 2 നില വീട്ടിൻ്റെ മണ്ടയിൽ താഴേന്ന് ഒരാൾക്ക് സിമെൻറ്റ് എടുത്ത് നേരെ പോകും. വലിയ പാറ ചെന്ന് നിന്ന് ആ പാറ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് വരും. ഞാനത് ചുമന്ന്, ഞാൻ അന്നേരം ഹൈറ്റ് കുറവാണ്, മീൻസ് ഇല്ല, ആ പാറ ചുമന്ന് ഞാൻ എത്ര ദൂരം നടന്നു പറയാം, വിറച്ച് പാറ ചുമട് കണ്ടുണ്ടോ? ഇന്ന് പാറ ചുമക്കുന്നമാരില്ല, ഇന്നെല്ലാം അർബാനക്കത്ത് വരേണ്ടി പോവുക. അർബാന ഞങ്ങളുടെ കാലത്ത് അർബാന ഇല്ല. രാവിലെ 7 മണിക്ക് പണിക്കിറങ്ങണം, വൈകിട്ട് 7 മണിക്ക് ഇറങ്ങും. ഓടിപ്പോയി കുളിച്ചൊരുങ്ങി ചിലപ്പോൾ 10 ഇറച്ചി കഴിഞ്ഞ്, അല്ലെങ്കിൽ വീട്ടിൽ ചോറും കഴിച്ചിട്ട് വന്നാൽ അടുത്ത പണി വന്ന്, രാത്രി തന്നെ അടുത്ത പണി വന്ന്, കല്യാണ സ്ഥലത്തേക്ക് കസേര അടിക്കണം.
അന്ന് ഓഡിറ്റോറിയങ്ങളിൽ കല്യാണത്തിന് കസേരയും പാത്രങ്ങളില്ല, നമ്മളാണ് കൈവണ്ടിയിൽ അടിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ ഇടവഴിയിൽ വീട് വെച്ചാൽ മെറ്റില് മണ്ണ് പാറ ചുമക്കണം. എല്ലാം കൂടിയൊക്കെ കഴിഞ്ഞ് വരാൻ വേണ്ട ഒരു 12 മണിയാവും. ശമ്പളവും ഇല്ല. ആ മുരളിയുടെ ജീവിതവും ഈ ജയൻ എന്ന് പറഞ്ഞ ഈ ജീവിതവും തമ്മിൽ ഒരുപാട് രാപകൽ വ്യത്യാസമുണ്ട്. ചേട്ടന്റെ അമ്മ അല്ലെങ്കിൽ താങ്കളുടെ അമ്മ ഒരു മോശം സ്ത്രീയാണ്, അതുകൊണ്ടാണ് താങ്കൾക്ക് അച്ഛന്റെ സ്നേഹം കിട്ടാത്തത് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പലരും പറയുന്നത്. അങ്ങനെ അമ്മ മോശം സ്ത്രീ എന്ന് പറയുന്നത് വിവരമില്ലാത്ത ആളുകളെന്ന് ഞാൻ പറയും. കാരണം അവർക്കും ഉണ്ടല്ലോ അമ്മ, ഇല്ലേ? അവർക്ക് അമ്മയുണ്ട്, അവർക്ക് അച്ഛനുണ്ടാവും. അത് അമ്മ പറഞ്ഞുള്ള അച്ഛനെ ആവില്ല, നമുക്ക് അറിയത്തില്ല. ഈ മോശം സ്ത്രീ എന്ന് പറയുമ്പം അവിഹിതം, ഇല്ലേ? എല്ലാവരും പറയുന്നൊരു വാക്കാണ് അവിഹിതത്തിൽ ജനിച്ച ജാരസന്ധിയാണ്. എന്താണ് അവിഹിതം അറിയാവോ? അവിഹിതം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അറിയാവോ? കൊച്ചു മലയാളമാണോ ഇംഗ്ലീഷ് മീഡിയം ആണോ? ഇംഗ്ലീഷ് മീഡിയം. എന്താണ് അവിഹിതം? ഒരാള് ഇരിക്കുമ്പോ മറ്റൊരാളോട് പോകുന്നതാണ് വിഹിതം. മീൻസ് ഒരു ഭർത്താവ് ഇരിക്കുമ്പോ വേറൊരാളുടെ കൂടെ ഇല്ലേ? പച്ചയ്ക്ക് നല്ലോണം പറഞ്ഞുതരാം. ഹിതം അല്ലാത്ത സംഭവങ്ങൾ ചെയ്താൽ അത് അവിഹിതമാണ്. ഉദാഹരണം, ഒരു സ്ത്രീ, അവർക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നു. ഒരു പുരുഷൻ, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നു. ഈ പുരുഷനും ഈ സ്ത്രീയും 2 കുടുംബക്കാരാണ്, 2 സമുദായക്കാരായിക്കട്ടെ, ആരും ആയിക്കട്ടെ. ഈ സ്ത്രീയും ഈ പുരുഷനും തമ്മിൽ ഹിതമല്ലാത്ത ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിന് അവിഹിതം എന്ന് പറയും. ആ രീതിയിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് അവിഹിത സന്തതി എന്ന് പറയും. അത് ഉറപ്പാണ്. താലി കെട്ടിയിട്ടില്ലല്ലോ, അല്ലേ? കുടുംബം ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ ഞാൻ പിഴച്ചുണ്ടായവനാണെന്നും ഇത് ഞാൻ കുഞ്ഞിലെ പോലെ കേൾക്കുന്ന കേട്ടോ. എൻ്റെ കുഞ്ഞിലെ മുതൽ എൻ്റെ കൂട്ടുകാരായിട്ട് കളിക്കുമ്പോൾ ഗോലി കളി, ഫുട്ബോൾ കളി, ഇങ്ങനെ പട്ടം പറപ്പിക്കൽ, ഇങ്ങനെയൊക്കെയുള്ള കളി കളിക്കുമ്പം ഒരു ചെറിയ ഉടക്കി വരുമ്പോൾ എൻ്റെ മൂത്തൊക്കെ ചോദിക്കണ്ട പിഴച്ചുണ്ടാവനെ തന്ത ഇല്ലാത്തവനെ, അതിനകത്ത് പല പല തെറി വരും. നിനക്ക് നിന്റെ തന്ത ആരാന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഉള്ളുകൊണ്ട് വേദനിച്ച് പിന്മാറാറുണ്ട്. ആ കളി നിന്ന് ആ കൂട്ടുകാരുടെ ഞാൻ പോകാറുണ്ട്. പിന്നെ അവന്മാരൊന്ന് പിറ്റേന്ന് ഒന്ന് വിളിക്കും, അങ്ങനെ കളിക്കുമ്പോണ്ട്. അതൊക്കെ കൊച്ചിനെ ഉള്ളതാണ്. അത് അനുഭവിക്കാൻ വിധി എഴുതിയപ്പെട്ടവരാണ്. ഇവിടെ എൻ്റെ അമ്മ ഒരു രാമകൃഷ്ണൻ ആചാരി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ അമ്മയുടെ 13ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. 2 മക്കൾ ജനിക്കുന്നു. അദ്ദേഹത്തിന് മറ്റൊരു സ്ത്രീയോടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് അറിയുന്ന അമ്മ ആ ബന്ധം അവിടെ ഉപേക്ഷിക്കുന്നു. ശേഷം 16 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടാണ് 16 17, ഞാൻ എൻ്റെ മൂത്ത ചേട്ടച്ചൻ തമ്മിൽ 16 17 വർഷത്തെ വയസ്സിന് വ്യത്യാസമുണ്ട്. ഈ ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ 8 വർഷം വന്നും പോയി നിന്നും 8 വർഷം ആ ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിനകത്തൊരു മകളെ പോലെ നിന്നുമാണ് എൻ്റെ അമ്മ. അപ്പം അമ്മയ്ക്ക് ഭർത്താവില്ല, വേറെ കല്യാണം കഴിച്ചിട്ടില്ല. മറ്റേ ഭർത്താവിനെ വാക്കാലെ കളഞ്ഞായിട്ട് എനിക്കറിയാവുള്ളൂ. ഈ നിയമപരം അന്ന് നിയമമൊന്നുമില്ല, മക്കളെടുത്തും കളയുക, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അല്ലെ വേറെ സ്ത്രീയുടെ കൂടെ പോയാൽ പോയി. അന്നത്തെ പല ആളുകൾക്ക് 2 3, എൻ്റെ അപ്പൂപ്പന് 3 ഭാര്യമാരാ. അതൊന്നും അന്ന് വിഷയമല്ല, മനസ്സിലായില്ലേ? പക്ഷെ അമ്മ 16 വർഷം അല്ലെങ്കിൽ 17 വർഷം ആയിക്കോട്ടെ, അമ്മ വേറൊരു പുരുഷനുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം കൊണ്ടുപോയിട്ടില്ല, വേറൊരു വിവാഹം കഴിച്ചിട്ടില്ല. ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ 8 വർഷം ആ വീട്ടിനകത്ത് അമ്മ ആ ഭാരതിയമ്മയുടെ മകളായിട്ട് ആ 8 വർഷം വീട്ടിൽ ജീവിക്കുമ്പം ഈ ജയൻ എന്ന് പറഞ്ഞ വ്യക്തി 8 വർഷത്തിനിടയ്ക്ക് പല പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ. അമ്മ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഈ എറണാകുളത്ത് ജോലി ശേഷം ഞായറാഴ്ച അവിടെ വരാറുണ്ട്, ആഴ്ചയിൽ ഒരു വട്ടം വരുന്നു വേണം. അപ്പോൾ ഈ 8 വർഷം ഒരു സ്ത്രീ ഒരു വീട്ടിനകത്ത് നിന്നപ്പം ഈ സ്ത്രീക്ക് അയലത്തുള്ള ഏതെങ്കിലും പുരുഷന്മാരെ രാത്രി വീട്ടിൽ വിളിച്ച് പറ്റിയ ഒരു കാഴ്ച ഈ ജയൻ എന്ന് പറഞ്ഞ വ്യക്തി കണ്ടിട്ടില്ല, കൃഷ്ണനായർ കണ്ടിട്ടില്ല. മറ്റു പുരുഷന്മാർ മതിലിയാടിയോ അല്ലെ മറ്റേതിൽ ഇങ്ങോട്ട് വന്നിട്ടും കൃഷ്ണനായർ കണ്ടിട്ടില്ല, ഭാരതിയമ്മ കണ്ടിട്ടില്ല, സോമനായർ കണ്ടിട്ടില്ല, അമ്മ എങ്ങും പോയി ആർക്കും കണ്ടിട്ടില്ല. അപ്പം അമ്മയിൽ അവർക്ക് അദ്ദേഹത്തിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇത് നല്ലൊരു സ്ത്രീയാണ്. അച്ഛൻ വേറൊരു വിവാഹം കഴിച്ചിട്ടില്ല, അതിൻ്റെ ഭാര്യയില്ല, കുടുംബമില്ല, മക്കളില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു പുരുഷൻ, ബന്ധം ഒഴിഞ്ഞു നിൽക്കുന്ന, ഭർത്താവില്ല, മറ്റു പുരുഷന്മാരുടെ യാതൊരു ഇതും ഇല്ലാത്ത, ഒരു പ്രണയം പോലും ഇല്ലാത്തൊരു സ്ത്രീയെ അവിടെ ഇഷ്ടം തോന്നി. അത് ആ ഒരു ഇഷ്ടം, താലി എന്ന് പറയുന്നത് വെറുതെ ആണ്, അല്ലേ? താലി കിട്ടുന്നത് നന്നായി സത്യമായ കാര്യമാണോ? ആർക്കും ആരുടെ കാര്യത്തിലും താലി കെട്ടിക്കൂടെ? മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നതാണ് യഥാർത്ഥ ഭർത്താവ്. ആ സ്വീകരണം 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ടെങ്കിൽ ആ മനസ്സുകൊണ്ട് വെറുത്താൽ വെറുത്താണ്, പിന്നെ അടുപ്പിക്കില്ല. നല്ല ആണുങ്ങൾ, പണ്ടത്തെ ആണുങ്ങളൊക്കെ ഇപ്പോഴത്തെ ആണുങ്ങളൊക്കെ പോകും. പെണ്ണിന് പണം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കാലിൽ പിടിച്ച് നിൽക്കും, അവന് ജോലി ചെയ്യാൻ. പുരുഷന് പണം ഉണ്ടെങ്കിൽ സ്ത്രീയും ചിലപ്പോൾ നിൽക്കും. കൂടുതൽ സ്ത്രീ അങ്ങനെ നിൽക്കാറില്ല, കാരണം അവരുടെ ഒരു അഭിമാനം അങ്ങനെ. പെണ്ണിന് വേറെ രീതിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് കുടുംബം ഇല്ലാത്തതുകൊണ്ടും അമ്മയ്ക്കൊരു കുടുംബം ഇല്ലാത്തത് കൊണ്ടും ഒരു അവിഹിതം അവിടെ നടത്തില്ല. സ്വന്തം അമ്മയോട് ചോദിച്ച അനുമതി വാങ്ങിച്ചിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം, അവിടെ എൻ്റെ അമ്മയുടെ ഇഷ്ടം തിരക്കായിട്ട് എനിക്കറിയത്തില്ല, അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ജനിക്കുന്നത്. അവിടെ അവിഹിത സന്തതിയല്ല. ആ മനുഷ്യൻ മരണം വരെ വേറൊരു വിവാഹം കഴിച്ചിട്ടുമില്ല. പിന്നെ അവരെ കെട്ടാൻ പോകുന്ന ഇവിടെ കെട്ടാൻ പോകുന്ന കുറേ ഡയലോഗ് പലരും അടിക്കുന്നുണ്ട്, തെളിവില്ല, പറച്ചിലേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതാണ് അവിഹിതം എന്ന് പറയുന്നത്. ഒരുപാട് കൊച്ചു പെമ്പിള്ളാര്
ഇപ്പൊ ഒരു പെൺകുച്ചിന്റെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് അതിനകത്ത് പറയുന്ന അഭിഹിത സന്തതി എൻ്റെ അമ്മയെ എവിടെയോ കൊണ്ട് കളഞ്ഞിട്ട് ആദ്യം നൊന്ത് പ്രസവിച്ച മക്കളെ മോനെ എവിടെയോ കൊണ്ട് കളഞ്ഞിട്ട് ആരെ നിങ്ങൾക്ക് ഒരു അറിവില്ലാതെ പറയുന്ന കാര്യങ്ങളാണ്. ഇവിടെ അഭിഹിതത്തിലുണ്ടായ ഒരാളൊന്നുമല്ല ഞാൻ. ഇനി അങ്ങനെ ആണെന്ന് വെച്ചോ, ഞാൻ DNA എടുക്കാൻ തയ്യാറാണ്. ഒന്ന് വാ, ഒരു ശകല ഉമിനീര് താ, പൊതുജനത്തിനെ ഒന്ന് ബോധ്യപ്പെടുത്തുക ഇത് ജയന്റെ മകനല്ല എന്ന്. ഒരു സമയത്ത് ഇതുപോലെ വേറൊരാള് വന്നിട്ട് ഞാൻ ജയന്റെ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ ജയന്റെ ഭാര്യയാണ്, ഞാൻ ജയന്റെ മകളാണ് എന്നൊക്കെ പറഞ്ഞ് വന്നാലോ അവരോട് DNA എടുത്ത് തെളിയിക്കണം. അങ്ങനെ ഒരു ആള് വന്നു നോക്കട്ടെ. ഇപ്പം ഒരു ലേഡി വരുവാണ്, ഞാൻ ജയന്റെ മകളാണെന്ന് പറഞ്ഞ ലേഡിയോ പുരുഷനെ വന്നു നോക്കട്ടെ. അപ്പൊ ആയത്തിന്റെ പെങ്ങളും ചാടി ഇറങ്ങി അതിന് പ്രശ്നം ഉണ്ടാക്കും. കാര്യം അവർക്ക് ആ വിഷയം അതിനെക്കുറിച്ച് അറിയില്ല. അതല്ലേ ഉമാനായർ വന്നപ്പോ പ്രകൃതി ഓരോന്നും എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ തലയിൽ. ആ വരവായിരുന്നു ഉമാനായരുടെ എൻട്രി. ആ ഉമാനായർ പറയുന്നു ജയൻ എൻ്റെ വകയിലെ ഒരു വല്ലിച്ചനാണ്. ഇത് അറിഞ്ഞുകൂടാത്ത ആയത്തിനും പെങ്ങളും കയറി എതിർത്തു. അറിയാമെങ്കിൽ എതിർക്കുമായിരുന്നോ? പക്ഷെ മുരളി ജയൻ വന്നു, ഞാൻ ജയന്റെ മകനാണ്, എൻ്റെ പേര് മുരളി എന്നാണ്, ഇപ്പൊ ഞാൻ അറിയപ്പെടുന്ന മുരളി ജയൻ ആണ്, എനിക്കെതിരെ പരാതി കൊടുക്കാനോ കേസ് കൊടുക്കാനോ ആണായി പിറന്നവരാരെങ്കിലും എൻ്റെ അച്ഛൻ കുടുംബത്തിലുണ്ടെങ്കിൽ ഇറങ്ങി വന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു. ഒരാൾ പോലും വന്നിട്ടില്ല, ഒരക്ഷരം പോലും വേണ്ടിട്ടില്ല. എന്താ സൈലന്റ്? അപ്പോൾ ഒരാൾ ചോദിച്ചു, ആ ഒരു വീട് താഴെ ചോദിച്ചു, ആദിത്യ ഉമാനായർ വന്നേ വെച്ച് വല്ലിച്ചനാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കില്ലോ, ഇവിടെ ഒരു മുരളി ജയൻ വന്നിട്ട് ജയന്റെ മകനെന്ന് പറഞ്ഞപ്പോൾ ആദിത്യം മിണ്ടുന്നില്ലല്ലോ. അപ്പൊ ആദിത്യം പറഞ്ഞ് കൊടുത്ത മറുപടി എന്നറിയോ? എനിക്ക് സമയമില്ലെന്ന്. മനസ്സിലായല്ലേ? പിന്നെ ചേട്ടൻ്റെ ഇനി മുന്നോട്ടുള്ള പ്ലാൻ എന്താ? മുന്നോട്ടുള്ള പ്ലാൻ DNA എടുക്കാൻ അവർ തയ്യാറായാൽ ഞാൻ DNA എടുക്കും. പണം ഞാൻ ചെലവഴിക്കും. കിറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഒറ്റ വാക്ക്. ഇനി അതും അല്ലെങ്കിൽ അവർക്ക് DNA എടുക്കാൻ വയ്യ, ആദിത്യനോ ലക്ഷ്മിയോ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഇത് ഞങ്ങളുടെ അച്ഛൻ സോമൻ നായരുടെ മകനാണെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ ഇതിൽ കാര്യങ്ങൾ വേറെ രീതിയിൽ ഞാൻ കാണിച്ചു തരാം. എനിവേ ചേട്ടാ, ഇപ്പം 95% ആൾക്കാർക്കും വിശ്വാസമുള്ള ഒരു കാര്യമാണ് ചേട്ടൻ തന്നെയാണ് ജയന്റെ മകൻ എന്നുള്ളത്. അപ്പം ആ വിശ്വാസം അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതുപോലെ തന്നെ അവരും അംഗീകരിക്കുന്ന ഒരു ദിവസം വരട്ടെ എന്ന് ഞാനും പറയുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ ഇത്ര നേരം സംസാരിച്ചു. ഓക്കെ, താങ്ക് യു.